സ്തോത്രം. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തന്ന ഈ വലിയ നിമിഷത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. അനുഗ്രഹപ്പെട്ട സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ദൈവം ഒരുക്കിയ ദൈവത്തിൻ്റെ വലിയ കൃപയെ ഓർത്ത് നന്ദി പറയും. സ്തോത്രം സ്തോത്രം. നമുക്ക് സഭയ്ക്കകത്ത് സ്തോത്രം രോഗങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കൂടുമ്പോഴും ഓർത്തോണം, വലിയ വിടുതലിന്റെ ശുശ്രൂഷകളും സഭയ്ക്കകത്ത് വെളിപ്പെടാൻ സമയമായി. സ്തോത്രം. നമുക്ക് ഒരു രോഗത്തിന്റെയോ ഒരു പ്രതികൂലത്തിന്റെയോ വിഷയങ്ങൾ കൂടി വരുമ്പോൾ, ഏത് വിഷയമാണ് കൂടി വരുന്നത്, ദൈവം ആ ശുശ്രൂഷയും തരാൻ സമയമായി. ആ കൃപാവരങ്ങളുടെ പുതപ്പ് ഇവിടെ വന്ന് വീഴുവാൻ സമയമായി. സ്തോത്രം. കാര്യം എന്തുവാ? ദൈവത്താൽ മാത്രമേ സകലതിനുമേലും ഒരു മറുപടി ഉള്ളു എന്ന് ആര് വെളിപ്പെടുത്തി തരുക? കർത്താവ് വെളിപ്പെടുത്തി തരുക. സ്തോത്രം. അതിനകത്ത് ഭാരപ്പെടണ്ട. അതുപോലെ സ്തോത്രം, നിങ്ങൾ ഫോൺ ചെയ്യുന്നതിന് ഫോണ് എപ്പോൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും വിളിച്ചോണം. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. അതിനകത്ത് ഞങ്ങൾക്ക് എപ്പോഴും വെൽക്കം. സ്തോത്രം. ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷയത്തിന് മറുപടിയുടെ അടുത്ത കോഡ് കേൾക്കുന്നവരെ ഞങ്ങൾ അത് പാർച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഞങ്ങൾ ഇനി ഏത് തിരക്കിലായാലും ആ സമയം മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും? യേശുവിനെ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കും. കാര്യം ആ വേദന നിങ്ങൾക്കല്ല, ഞങ്ങൾക്കുള്ളതുപോലെ ഞങ്ങൾ അനുഭവിക്കുന്നു. കാര്യം നമ്മൾ പിന്നെ കൂടപ്പുറപ്പ് എന്ന് പറഞ്ഞിട്ട് അതിന് അർത്ഥമില്ലല്ലോ. പ്രൈസലോ. കൂടപ്പുറപ്പ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? കൂടപ്പുറപ്പായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പ്രൈസലോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മടിക്കല്ലേ. എത്ര വട്ടം വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. സ്തോത്രം. കാര്യം എന്തുവാ? അതിനു വേണ്ടിയ ദൈവം ഞങ്ങളെ നിർത്തിയിരിക്കുന്നത്. ദൈവം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അല്ലെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതാ. കാര്യം എന്തുവാ? ദൈവജനത്തിന് വേണ്ടത് അവർക്ക് പകർന്നു കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി സ്തോത്രമായ ദൈവസേനയിൽ അമികാലിൽ മല്ലിട്ട് ദൈവസേനയിൽ പ്രാർത്ഥിച്ച് അത് അവർക്ക് പ്രാപിച്ചു കൊടുക്കുക. അതിനകർത്താവ് നമ്മളെ വിളിച്ചത്. സ്തോത്രം. അതുപോലെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ ഗീതാന്റി പ്രാർത്ഥിച്ചു. സ്തോത്രം പറഞ്ഞു. വലിയ സാക്ഷ്യമാണ്. കാര്യം എന്തുവാ? ഒരു സ്തോത്രം, വീട്ടില് ഒരു ഫ്രിഡ്ജും ഒരു ഫാനും നഷ്ടപ്പെട്ടപ്പോൾ, പല്ലായപ്പോൾ, സ്തോത്രം, അവിടുന്ന് അത് എടുത്തു മാറ്റിയപ്പോൾ, എന്നാൽ ശരി ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിക്കാന്ന് പറഞ്ഞപ്പോൾ, സ്തോത്രം, ദൈവം അത് അനുവദിച്ചില്ല. ദൈവം എന്ത് ചെയ്തു? ഫ്രഷ് ആയിട്ടുള്ള പ്രൈസ് ഹാലലിയ. അതും സ്തോത്രം മിലിറ്ററി ക്യാമ്പിൽ നിന്ന് അടുത്തുള്ള ആളുകൾ പറഞ്ഞ് ഞങ്ങളെ ഇതിൽ മേടിച്ചു തരാം. സ്തോത്രം. അത് ആ ഹോൾസെയിൽ റേറ്റിന് ആ സാധനം എന്ത് ചെയ്തു? ദൈവം കൊടുത്തു. സ്തോത്രം. ദൈവം ചെറുത് മുതൽ വലുത് വരെ കർത്താവിന്റെ സന്നിധിയിൽ എന്തുവാ? വലുതാ. നമുക്ക് വലുതാ. പ്രൈസ് ദി ലോർഡ്. നമ്മളത് ഒരു ചെറിയ സാക്ഷ്യമാണ്, ഒന്നുമല്ല. ഫ്രിഡ്ജില്ലെങ്കിൽ അതിന്റെ നഷ്ടം, അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് കിട്ടുന്നത് ഏറ്റവും വലിയ അത്ഭുതമാണ്. അല്ലയോ? സ്തോത്രം. കർത്താവ് മരിച്ച് നാറ്റം വെച്ച് അമേകാലി സ്തോത്രം 4 ദിവസം കല്ലറ കിടന്ന ലാസറിനെ സൗഖ്യമാക്കുവാനും കർത്താവ് ഒരു വാക്കേ കൽപ്പിച്ചുള്ളൂ. അതുപോലെ പനി ഇടിച്ച് ബാധിച്ച് എഴുന്നേൽക്കുവാൻ കഴിയാതെ പത്രോസിന്റെ അമ്മായിമ്മയെടുത്ത് വന്നപ്പോൾ കർത്താവ് ഒരു വാക്കേ കൽപ്പിച്ചുള്ളൂ, സൗഖ്യമാണ്. രണ്ടിടത്തും പ്രത്യേകമായിട്ടൊന്നും പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിച്ചോ? അപ്പോൾ ചെറുതായാലും വലുതായാലും ദൈവസന്നിധിയിൽ തരുന്ന വിടുതല് നമുക്കെല്ലാം എന്തുവാ? വലുതാ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വലുതാ. നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം ദൈവം ചേരുമ്പോൾ അത് വലുതല്ലയോ? അത് വലുതാ. സ്തോത്രം. അതേപോലെ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മകളാമണി ആന്റിയെ കുറിച്ചുള്ള സാക്ഷ്യം പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു തങ്കമണി സിസ്റ്ററിനെ അവിടെ ശുശ്രൂഷിക്കാൻ നിർത്തിയിരിക്കുന്നത് സ്തോത്രം ചിലതെല്ലാം പഠിപ്പിച്ച് ദൈവത്തിന് ഇതെല്ലാം കഴിയും. ആ സ്തോത്രം. അതുപോലെ തന്നെ ബലപ്പെടുത്താൻ, സ്തോത്രം, മറ്റാളിനെ ഒന്നുകൂടെ ഒന്ന് ബലപ്പെടുത്താൻ എല്ലാം നിർത്തിയിരിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ദൈവസേന ഇങ്ങനെ പാർശ്വകൊണ്ടിരുന്ന ദൈവം എന്നോട് പറഞ്ഞതാ, തങ്കമണി സിസ്റ്ററിന് കുറെ കാര്യങ്ങൾ ദൈവം പഠിപ്പിക്കുക. കാര്യം എന്തുവാ? ദൈവത്തിന് വേണ്ടി ചില പദ്ധതികളുണ്ട് തങ്കമണി സിസ്റ്ററിനെ കുറിച്ച്. അത് ഈ വർഷം വെളിപ്പെടാൻ സമയമായി. സ്തോത്രം. അപ്പോൾ മകളാമണി ആന്റിക്ക് സ്തോത്രം ഒരു വലിയ വിടുതൽ, ഇന്ന് മടങ്ങി ചെല്ലുമ്പോൾ ഒരു വലിയ വിടുതൽ ദൈവം പകരും. എനിക്ക് നല്ലോണം അറിയാം. സ്തോത്രം. വീട്ടില് രോഗമായിട്ട് നിൽക്കുന്നത് അത്രയ്ക്ക് വയ്യാത്തതുകൊണ്ടാ വരാത്തതെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ആരാധന മുടക്കത്തില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. ആന്റി മേലെ വലിയൊരു വിടുതൽ നടക്കും. നമ്മൾ അവസാനം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വിഷയത്തിനകത്ത് ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്യും. സ്തോത്രം. അതേപോലെ സ്തോത്രം മനോമണി സിസ്റ്റർ മേല് പറഞ്ഞ അമ്മി സ്തോത്രം മോള് പറഞ്ഞതും അമ്മികാല സ്തോത്ര സിസ്റ്റർ പറഞ്ഞ ദൈവത്തിന്റെ അമ്മി സ്തോത്ര രോഗാവസ്ഥകളിൽ നിന്നെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം ചെയ്ത വലിയ അത്ഭുതം. അത് മാത്രമല്ല സ്തോത്രം, ഇന്ന് ചിലതെല്ലാം വേരോട് പിഴുതു മാറ്റുന്ന രീതിയിൽ ദൈവത്തിന്റെ ചില പ്രവൃത്തി വെളിപ്പെടും. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. ചില കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം എടുക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ ഒരു വലിയ വിടുതൽ ദൈവം ഒരുക്കി തരും. സ്തോത്രം. അതുപോലെ തന്നെ ചിന്താമണി ആന്റി അമികാലൻ സ്തോത്രം തലവേദനയെ ഭാരപ്പെട്ടിരിക്കുന്നത് പറഞ്ഞു. സ്തോത്രം. ഇന്ന് രാവിലെ ശക്തമായിട്ട് ഞങ്ങൾ പാർച്ചുകൊണ്ടിരുന്ന സമയത്താണ് കോള് വന്നത്. സ്തോത്രം. ദൈവത്തിന്റെ വലിയൊരു വിടുതൽ ഇനി ബാക്കിയോടും ദൈവം കാണിക്കാൻ പോവാം. വലിയ ആശ്വാസം ദൈവം പകർന്നു നൽകി. ഇനി വലിയൊരു വിടുതലുകളും നാളെ സ്തോത്ര സൺഡേ ഒരു വലിയ സാക്ഷ്യം കേൾക്കട്ടെ. ദൈവം അതിനായി ഒരുക്കുന്ന ദൈവത്തിന്റെ വലിയ
ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അതുപോലെ നമ്മളെ ഇവിടെ പഠിക്കുന്ന സ്തോത്രം ഓരോ കുഞ്ഞുങ്ങൾക്കും ഒരു നല്ല റിസൾട്ട് ദൈവം കൊടുക്കും. ആർക്കും എന്തില്ല, ഒരു പരാജയം ദൈവം കൊടുക്കത്തില്ല. അത് ഉറപ്പാ. ദൈവം കൊടുക്കുന്ന റിസൾട്ട് അനുഗ്രഹമാണ്. അതേപോലെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടാണ് സ്തോത്രം സ്തോത്രം എന്താ ചെയ്യേണ്ടത്, ദൈവം പറഞ്ഞ ദർശനപ്രകാരം, ദൈവം പറഞ്ഞ ദൂതപ്രകാരം ഇറങ്ങാൻ പോകണം. അപ്പോൾ ദൈവം നിശ്ചയമായി മുന്നോട്ടുള്ള ഭാവി എന്ത് ചെയ്യും, ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. എനിക്ക് ആ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സ്തോത്രം. തലമുറയെ കുറിച്ച് പ്രസംഗിച്ചെങ്കിൽ പോലും സ്തോത്രം അതിനെപ്പറ്റി ഒരു സാക്ഷ്യത്തിനകത്തൊരു ചില 2 വാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം എന്തുവാ, ഞങ്ങൾ അനുഭവിച്ചപ്പോഴുള്ള കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഞങ്ങളെ തലമുറ അനുഭവിക്കാൻ പാടില്ല. സ്തോത്രം. കാര്യം എന്തുവാ, ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞെങ്കിൽ ഞങ്ങളെ തലമുറ എന്ത് ചെയ്യും, അനുഗ്രഹം പ്രാപിച്ചിരിക്കും. സ്തോത്രം. അവര് ആത്മീയരുമാവണം, അതേപോലെ എന്ത് ചെയ്യണം, അനുഗ്രഹം പ്രാപിക്കണം. ആ പ്രസംഗത്തിനകത്തും പറഞ്ഞു, ഇന്ന സാക്ഷ്യത്തിനകത്തും പറഞ്ഞു. ഞാൻ എപ്പോഴും പറയാം, ഒരാള് രൂപാന്തരപ്പെട്ട് വരുമ്പോൾ, മാനസാന്തരപ്പെട്ട് വരുമ്പോൾ നമ്മൾ 3 കാര്യത്തിന് വേണ്ടിയായിരിക്കണം പ്രാർത്ഥിക്കുന്നത്. ഒരാൾക്ക് വേണ്ടി രൂപാന്തരത്തിന് വേണ്ടി, ഇപ്പം രതീശ്വറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന അങ്ങനെ. സ്തോത്രം. അതുപോലെ സ്തോത്രം മനോമണിന്റെ ഹസ്ബൻഡ് ചേട്ടന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന അങ്ങനെ. മുരളി ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അങ്ങനെ. സ്തോത്രം. എങ്ങനെയാണെന്നറിയോ? സ്തോത്രം. അതുപോലെ സ്തോത്ര മകളമണിയുടെ മക്കൾ ചിന്നുനും പൊന്നൂനും അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എങ്ങനെ. കാര്യം സ്തോത്രം, ഒരാള് രൂപാന്തരപ്പെട്ട് വരുമ്പോൾ അയാൾക്ക് 3 ക്വാളിറ്റി ഉണ്ടാവും. ഒന്ന്, അദ്ദേഹം ഫസ്റ്റ് ദൈവത്തിനും ദൈവസഭയ്ക്കും ഏറ്റവും അനുഗ്രഹപ്പെട്ട വ്യക്തിയായിരിക്കണം. സ്തോത്രം. അനുഗ്രഹപ്പെട്ട വ്യക്തിയായിരിക്കണം. 2, സ്തോത്രം, അയാളെ കുടുംബത്തിന് എന്ത് ചെയ്യണം, അനുഗ്രഹപ്പെട്ട വ്യക്തിയായിരിക്കണം. അവരുടെ കുടുംബത്തിലുള്ള അവരുടെ ബന്ധുക്കൾക്ക്, അവരുടെ ഭാര്യയായാലും ഭർത്താവായാലും അല്ലെങ്കിൽ മാതാപിതാക്കൾ എല്ലാവർക്കും അനുഗ്രഹപ്പെട്ട വ്യക്തിയായിരിക്കണം. 3, ദേശത്തിന് അനുഗ്രഹപ്പെട്ട വ്യക്തിയായിരിക്കണം. സ്തോത്രം. തിരുവത്താഴം എടുക്കുന്ന മുമ്പ് ഞാൻ പറയാറുണ്ട്, തിരുവത്താഴത്തിന്റെ ഒരു യോഗ്യതയുണ്ട്. എന്തുവാ, നിങ്ങൾ ദൈവത്തിനും മനുഷ്യനും നല്ല മനസ്സാക്ഷിയുള്ളവർ. ഇന്ന് ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അത് കർത്താവ് ഓർപ്പെടുത്തിയെന്ന് പറയാം. നല്ല മനസ്സാക്ഷിയുള്ളവനായിരിക്കണം ആര്, ദൈവത്തിന്റെ പൈതൽ, ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞ് പാപത്തിന്റെ തൊട കൈടാനല്ല പറയുന്നത്. നമുക്ക് ആരോടും എന്തില്ല, ഒരു ദേഷ്യമില്ല. നമുക്കെതിരെ ആരൊക്കെ എന്തൊക്കെ ഇടപെട്ടെന്ന് പറഞ്ഞാലും നമുക്ക് അവരോട് ചേരാൻ താല്പര്യമില്ല. അവര് ദൈവത്തെ അറിയുന്ന കാലം വരെ അവരോട് നമുക്ക് അവരെ പോലെ ചേരാൻ പറ്റത്തില്ല, ബന്ധപ്പെടാൻ പറ്റില്ല. പക്ഷെ അവരോട് നമുക്ക് എന്തില്ല, ഒരു ദേഷ്യവും. അവരോട് നമുക്ക് സ്നേഹമേ ഉള്ളൂ. കാര്യം എന്തുവാ, അവർക്ക് ഈ സത്യം അറിയാൻ പറ്റിയില്ല, നമുക്കറിയാൻ പറ്റി, നമുക്ക് അറിയാൻ പറ്റി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസേനയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നന്ന ചില ആകപ്പാട് ഞാൻ പറയാം. ഒന്ന്, സ്തോത്രം, ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ചിലവരെല്ലാം ഉണ്ട്, ചില പാസ്റ്റർമാരായാലും സ്തോത്രം വിശ്വാസികളായാലും ചിലവരുണ്ട്, ചില ഭവനത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചിലവരടുത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരെന്തെങ്കിലും നമ്മളോട് കുരുട്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് വരും. ചോദിക്കാൻ വരുമ്പോഴേ നമ്മൾ ബൈബിൾ തുറന്നതിന് മറുപടി മക്കളെ ഒരിക്കലും പറയാം. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ടു പോകുന്നെങ്കിൽ എന്ത് ചെയ്യല്ലേ, ഇത് മത്സരിക്കാൻ ചോദിക്കുന്നവർക്ക്, ചിലവർ അറിയാനും മാറാനും വേണ്ടി ആഗ്രഹിക്കുന്നവരോട് പറയണം, നമ്മളെ സാക്ഷ്യം പറയണം, നമ്മളൊക്കെ അവർക്ക് ദൈവത്തെക്കുറിച്ച് മഹത്വം കൊടുക്കണം, ദൈവത്തെ എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതല്ലാതെ നമ്മളെ ചൊറിയാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളോട് മത്സരിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചിലവരുണ്ട്. അവരോട് ഒരിക്കലും സംസാരിക്കാൻ നിൽക്കില്ല. കാര്യം എന്തുവാ, ഇത് വിലപ്പെട്ട സാധനമാണ്. ഇത് വിലപ്പെട്ട സാധനമാണ്. ഞാനിപ്പോ ഒരു ഭവനത്തിലോട്ട് കയറി ചെന്നെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുമ്പോഴെന്ന് വെച്ചാൽ അവര് പ്രാർത്ഥന ചോദിച്ചാൽ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ, അല്ലാതെ ഞാൻ പ്രാർത്ഥിക്കില്ല. കാര്യം എന്തുവാ, ഇതെല്ലാം വിലപ്പെട്ട സാധനമാണ്. ഞാൻ ഇതെല്ലാം വിലപ്പെട്ടതാകാട്ടാണ്. പലരും ഉണ്ട്, ഞാൻ നിന്ന് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടാത്ത കാര്യത്തിനകത്ത് നമ്മളെന്തിനാ നിൽക്കുന്നേ? അയ്യോ, അവർക്ക് എതിർപ്പില്ല. അവരെ അനുഗ്രഹിക്കണമെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കുന്നത്, അല്ലാതെ എന്റെ നാമത്തിലാണോ ഞാൻ അനുഗ്രഹിക്കുന്നത്? സ്തോത്രം. അവർക്ക് എതിർപ്പില്ലെന്നല്ല, അവർക്ക് യേശു ആരെന്ന് മനസ്സിലായി, യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ യേശു ഭയങ്കര പവർഫുൾ ആണ്, യേശു ആണ് ദൈവം എന്ന് അറിയുന്നവന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതും അല്ലാത്തവന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതിന്റെ വ്യത്യാസമുണ്ട്, ഇല്ലയോ? അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എന്നോട് പറഞ്ഞു, ആവശ്യം ഞാനും അവിടെ സംസാരിച്ച് തിരുത്തി കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ അപ്പോഴേ നിർത്തി, ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. കാര്യം എന്തുവാ, സ്തോത്രം, ഒരാൾ പറയുക പ്രൈസ് ദി ലോർഡ് ഇന്ന കാര്യം, അത് ചോദിക്കുന്ന ചോദ്യം കേൾക്കുമ്പോഴേ നമുക്കറിയാലോ എന്തിനു വേണ്ടിയാ ചോദിക്കുന്നത്. അത് ഏറ്റെടുക്കാനല്ല, അത് മത്സരിക്കാൻ വേണ്ടിയാണെന്ന് അറിയാമല്ലോ. അപ്പോഴെന്തോ പറയേണ്ടതെന്തോ. സ്തോത്രം. എന്നോട് കർത്താവ് വെളിപ്പെടുത്തി, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അറിയണോ, നിങ്ങൾ 2-3 ആഴ്ച ചർച്ചിലോട്ട് പോകും, അവിടെ പ്രസംഗം മാത്രം, അതല്ലെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട്, തുറന്നു ഞങ്ങളെ ചാനലുണ്ട്, കേൾക്കും. അതിനകത്ത് എല്ലാം മറുപടി പറയും. നിങ്ങൾക്ക് മറുപടി തിരിച്ചു ചോദിക്കാൻ പറ്റാത്ത രീതി. ഇതെല്ലാം കേട്ടിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് വാ, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം.
എന്ത് പറഞ്ഞാൽ നമ്മളെ എല്ലാ മെസ്സേജിനകത്തും എല്ലാ രീതിയിലുള്ള മറുപടി കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഒരു മറുപടികൾ ആവശ്യമില്ല, മെസ്സേജുകൾ കേട്ടാൽ മതി, ഇല്ലേ? സ്തോത്രം. മൂന്നാഴ്ച വന്നിട്ട് സ്തോത്രം, അല്ലെങ്കിൽ 3 ആഴ്ച ആ പ്രസംഗങ്ങളെല്ലാം ഒന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ള മറുപടി അതിന് നിങ്ങൾ ചോദിക്കുന്നതിനെല്ലാം ഉത്തരം ഒന്നുണ്ട്, അതിനകത്തുണ്ട്. അങ്ങനെ പറയാം. അല്ലാതെ അവിടെ വെച്ച് മത്സരിക്കാൻ നിന്ന് അയാളൊന്ന് പറയും, അടുത്ത പറയും. ഇത് നമ്മളെ ആത്മീയത്തിന് എന്തുവാ? തടസ്സമാണ്. ഇത് വിലപ്പെട്ട സാധനം. ഇത് ഏറ്റെടുക്കുന്നവന്റെ അടുത്തും ഇതിനെ വലുതായിട്ട് കാണുന്നവന്റെ അടുത്തും മാത്രം പറയേണ്ട കാര്യങ്ങൾ. ഇത് പരിശുദ്ധാത്മാവിനെ എഴുതപ്പെട്ടത്. അതേപോലെ തന്നെ പ്രാർത്ഥന, ചുമ്മാ കാര്യങ്ങൾ പ്രാർത്ഥിക്കല്ലേ പ്രിയ ദൈവമക്കളെ. പ്രാർത്ഥനയല്ല എന്ന് പറയുന്നത് പവർഫുൾ സാധനമാണ്. പവർഫുൾ. അയ്യോ എന്നാ ഞാൻ ഒരു വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും, ഷോ കാണിക്കാനുള്ള സാധനമല്ലത്. സ്തോത്രം. ഇതെല്ലാം പവർഫുൾ സാധനമാണ്. ഇത് ആ പവർഫുള്ളോട് ഏറ്റെടുക്കുന്നവന്റെ മേൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രാർത്ഥിച്ചൊരു കാര്യമുള്ളൂ. അതും കൂടെ കർത്താവ് പറഞ്ഞേ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തു, ഒരാൾ വന്നു ചോദിച്ചു, സ്തോത്രം, എന്നെ ഒന്ന് ശുദ്ധമാക്കുവാൻ, അല്ലെങ്കിൽ എന്നെ ഒന്ന് സൗഖ്യമാക്കുവാൻ ആമീൻ സ്തോത്രം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ ശുദ്ധമാവും, എനിക്ക് സൗഖ്യമാവും. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് പൂർണ്ണ മനസ്സുണ്ടല്ലോ, എനിക്ക് എന്നെ കൊണ്ട് സൗഖ്യമാക്കാൻ പറ്റുമെന്ന്, എങ്കിൽ എനിക്ക് മനസ്സുണ്ട്. അപ്പൊ എന്തുവാ? വരുന്ന വ്യക്തിക്ക്, പ്രാർത്ഥന ആവശ്യമുള്ള വ്യക്തിക്ക്, അല്ലെങ്കിൽ സ്തോത്രം രോഗമുള്ള വ്യക്തിക്ക് ആദ്യം ആരെ ഭയം വേണം? ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് വിശ്വസിക്കണം. അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആര് മറുപടി തരും? ദൈവം മറുപടി തരും. സ്തോത്രം. പണ്ടെന്ന് പറഞ്ഞാൽ വീടുകളിൽ കയറി, ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ സുവിശേഷം എത്താനുള്ള പല മാർഗങ്ങളുണ്ട്. കേൾക്കാത്ത ആരുമില്ല. ഞാൻ കേട്ടിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാവരും കേട്ടിട്ടുണ്ട്, ഇല്ലേ? സ്തോത്രം. രതീഷ് ഇപ്പൊ എന്റെ അടുത്ത് പറയാ, ഞാൻ വചനം കേട്ടു, പുള്ളിയും പോയിരുന്നിട്ടുണ്ട് ആരാധനയ്ക്ക്, ഇല്ലയോ? അപ്പോൾ കേൾക്കേണ്ട രീതി കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ മഞ്ജുസ് ചില കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പറയാതിരിക്കുന്നുണ്ടോ? സ്തോത്രം. അവരുടെ കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ സ്തോത്രം സ്തോത്രം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മാറാൻ. അല്ലാത്ത വ്യക്തിക്ക് മാറാൻ പറ്റൂ. പക്ഷെ ഉൾക്കൊള്ളുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. നമ്മളപ്പോഴും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിലുള്ള രക്ഷിക്കപ്പെടാത്തവരും മാനസാന്തരപ്പെടാത്തവരും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 3 രീതി വരണം. ഒന്ന്, ദൈവത്തിന് സഭയ്ക്കും നല്ല അടുപ്പമുള്ള വ്യക്തിയായിരിക്കും. 2, സ്തോത്രം, ഭവനത്തിനകത്ത് ദൈവ പൈതലായി തന്നെ ജീവിക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ എന്തുണ്ടാവും? ദൈവ പൈതലാണെങ്കിൽ അദ്ദേഹത്തിന്റെ മേലിൽ എന്തുണ്ടാവും? എപ്പോഴും സ്നേഹം ഉണ്ടാവും. ദേശത്തിനകത്ത് അയാൾ എന്ത് ചെയ്യണം? നല്ല ദൈവ പൈതലായി മാതൃകയോട് സാക്ഷ്യമുള്ളതായിട്ട് ജീവിക്കണം. ഇങ്ങനെ ജീവിക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ചിലവർക്ക് ദേശത്ത് മിണ്ടത്തില്ല, ഞാൻ വിശ്വാസിയാണെന്ന് പറയത്തില്ല, ഞാൻ ദൈവത്തെ അറിഞ്ഞ വ്യക്തിയാണ്. ചിലർ ചോദിക്കാറില്ലേ, നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെ ചിലതെല്ലാം ചെയ്യാനുള്ള മനസ്സ്? യേശുവിൽ ഉള്ളത് കൊണ്ടാണ്. യേശു ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? നല്ലതേ ചെയ്യത്തുള്ളൂ, ഇല്ലേ? നല്ലതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൈസലോ. യേശു ഉള്ളത് കൊണ്ടാണ് ഒരാൾ ചീത്ത വിളിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കുന്നത്. കാര്യം എന്തുവാ? എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റും ആരുണ്ടെങ്കിൽ? യേശു ഉണ്ടെങ്കിൽ. സ്തോത്രം. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇപ്പം ചില ദൈവാസന്മാരെ പറ്റി പറയാറുണ്ട്, ചില സഭയെ പറ്റി, അല്ലെങ്കിൽ സഭാ വിശ്വാസികളെ പറ്റി. ഞാൻ ആരെ കുറ്റം വിധിക്കുമല്ല, ഞാൻ ആരെ കുറ്റം പറയുമല്ല. കാര്യം അങ്ങനെ ഒരിക്കലും നിങ്ങൾ തെറ്റിയായിരിക്കല്ലേ. കാര്യം എന്തുകൊണ്ടേ, ഈ പാസ്റ്റർമാരെയോ അല്ലെങ്കിൽ ഈ വിശ്വാസിയെ കണ്ടായിരിക്കും വേറൊരാൾ ചിലപ്പോൾ എന്നെ കാണുന്നത്, ലോകത്തിലുള്ള ഒരു മനുഷ്യൻ കാണുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ചിലപ്പോൾ തെറ്റായിട്ടുള്ള ചിലതെല്ലാം കണ്ടിട്ടായിരിക്കും എന്നെ സ്നേഹിക്കുന്നത്. എങ്കിൽ അദ്ദേഹത്തിന് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. ഇതല്ല സുവിശേഷം. ഞാൻ പറയുമ്പോഴ് ഇവർക്കെല്ലാം കൊള്ളുന്നുവെങ്കിൽ, ഇവർക്കെല്ലാം പ്രയാസപ്പെടുന്നുവെങ്കിൽ വേറെ ഒന്നുമല്ല. കാര്യം എന്തുവാ? ഇങ്ങനല്ല ജീവിക്കേണ്ടത്. ജീവിതം ഇതല്ല. സ്വത്രം. ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ളവനാണ്. അവൻ ക്വാളിറ്റി ഉള്ളവനായിട്ടാ എന്ത് ചെയ്യട്ടെ? ജീവിക്കേണ്ടത്. അല്ലാതെ ക്വാളിറ്റി, അല്ലാതെ ഞാൻ അവരെ കുറ്റം പറയുമല്ല. അവർക്ക് ഈ ക്വാളിറ്റി എല്ലാം ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറയുന്നത് കൊള്ളൂ. അവർക്ക് കൊള്ളൂ ആർക്കെങ്കിലും കൊള്ളൂ? ഈ ക്വാളിറ്റി ഇല്ലാത്തോണ്ടാ കൊള്ളുന്നത്. സ്തോത്രം. ചിലർ പറയും, അയ്യോ പൊതുവെ പറയേണ്ട കാര്യമുണ്ട്. കാര്യം എന്തുവാ? അപ്പോസ്തലനായ പൗലോസ് വിളിച്ചൊരു ദൈവത്തിന്റെ വചനത്തിനകത്ത് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് യേശുവിനെ പറയുന്ന ഒരു വചനഭാഗത്തിനകത്തുണ്ട്. എന്തു പറയണേ? സ്തോത്രം. എന്തു പറയണ്ടേ? കർത്താവ് യേശുവിനെ പറഞ്ഞൊരു ഭാഗമുണ്ട്, നിന്റെ കണ്ണിലെ കോൽ എടുത്തിട്ട് വേണം സഹോദരന്റെ കണ്ണിലെ കരട് എടുക്കാൻ പോകാൻ എന്ന് പറഞ്ഞാൽ നീ ക്ലിയർ ആയിട്ട് വേണം മറ്റൊരു പാവത്തെ പറ്റി പറയാൻ. യേശുവിനെ പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിനക്ക് ജാതിയെ വിധിക്കാനുള്ള അധികാരമില്ല. നിനക്ക് വിധിക്കാൻ ആരെയുള്ളത്? നിന്റെ കൂട്ടത്തിനകത്തുള്ളവനെ വിധിക്കാൻ നിനക്ക് അധികാരമുള്ളൂ. ഞാനിപ്പോ ദൈവസഭയും നമ്മളെ ദൈവസഭയ്ക്കകത്ത് നമ്മൾ പറയുന്നുണ്ട്, ഞാൻ എല്ലാവരെയും കൂടപ്പുറപ്പായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്റെ കൂടപ്പുറപ്പുകളുടെ വിഷയത്തെ എനിക്ക് പറയാൻ കൂടെ
ഞാൻ വിശ്വാസി പാസ്റ്റർ എന്ന് പറയുമ്പോഴാണ് ചിലത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ ഞാൻ കൂടപ്പുറപ്പ് എന്ന് പറയുമ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ തെറ്റല്ലേ? എന്റെ കൂടപ്പുറപ്പിന്റെ കുറവ് ആരാ പറഞ്ഞു കൊടുക്കണ്ടേ? വേറെ കൂടപ്പുറപ്പാ പറഞ്ഞു കൊടുക്കണ്ടേ? ആ കുറവിനെ നികത്തി എടുക്കേണ്ട ആരാ? വേറൊരാളാണ്. അപ്പൊ അത് പറയുമ്പോഴേ വേദനിക്കല്ലേ? സ്തോത്രം. ഞാൻ ആർക്കും റിബലായിട്ട് നിൽക്കുന്ന വ്യക്തിയല്ല. എന്റെ റിബല് പിശാച. സ്തോത്രം. ശത്രുവായ പിശാച. ആ പിശാചിന് റിബലാ ഞാൻ. കാര്യം എന്തുവാ? അതിനെ ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേർക്കാൻ പറ്റത്തില്ല. അത് ഏത് വ്യക്തിയുടെ മേൽ വ്യാപരിക്കുന്നു അവരെ ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേർത്ത് പിടിക്കാൻ പറ്റത്തില്ല. അവരെ മാറ്റി നിർത്താനേ പറ്റത്തുള്ളൂ. സ്തോത്രം. അല്ലാതെ നമ്മൾ ആരെയും കുറ്റം പറയുന്നതല്ല. ഈ മെസ്സേജ് അങ്ങനെ കുറ്റം പറയാനായിട്ട് കാണല്ലേ. സഭയെ ചിലവർക്കൊന്നും ദഹിക്കത്തില്ല. ദഹിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. സ്തോത്രം. ഞാൻ പൊതുവെ പറയുന്നത് ജാതിയിലുള്ള ആൾ പറയണം. സ്തോത്രം. ഞാൻ അതിലും വേറെ മെസ്സേജ് കേട്ടിട്ടുണ്ട്. കാര്യം എന്തുവാ? സ്തോത്രം. ഞാൻ കേൾക്കാതിരുന്നിട്ടില്ല. ആ ജീവിക്കുന്ന മെസ്സേജുകളും ഞങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് പറയണം. അത് പ്രസംഗിച്ചാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലേ? സ്തോത്രം. ജീവിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ. അല്ലാതെ സ്തോത്രം ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തിയോ ഒന്നുമല്ല പ്രസംഗിക്കുന്നത്. സ്തോത്രം. തെറ്റ് കണ്ടാൽ നമുക്ക് ഒരിക്കലും അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, യോജിക്കാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? നമ്മൾ വ്യാപരിക്കുന്ന എന്തുവാ? പരിശുദ്ധാത്മാവ്. സ്തോത്രം. പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന കാലത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തെറ്റ് ചെയ്യുവാൻ കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഒരു വീട്ടിലോട്ട് ഓടി വന്ന് പ്രാർത്ഥിക്കാനോ അവരാവശ്യപ്പെടാൻ ഞാൻ പോകും. അവരാവശ്യപ്പെട്ടാൽ ഞാൻ കയറി പ്രാർത്ഥിക്കും. അവരാവശ്യപ്പെടാതെ ഞാൻ പ്രാർത്ഥിക്കാത്തതിന്റെ കാര്യം എന്തുവാ? സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചോളാന്ന് മാത്രമേ പറയത്തുള്ളൂ, ഇറങ്ങിപ്പോത്തേ ഉള്ളൂ. കാര്യം പ്രാർത്ഥിക്കണമെങ്കിൽ അവരാവശ്യപ്പെടണം, അവർക്ക് വില കൊടുക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തുമില്ല, ചുമ്മാ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള സാധനമല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ സാധനമാണ്. അതിനെ ദൈവത്തിന്റെ വചനം പറയുന്നില്ലയോ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിലയേറിയ മുത്തിനെ കൊണ്ട് എവിടെ കൊണ്ട് കളയല്ലേ? പന്നിക്കൂട്ടത്തെ കൊണ്ട് കളയല്ലേ? അങ്ങനെ കർത്താവ് പറയുന്നേ. അതുകൊണ്ട് തന്നെ അപ്പോ സ്തോത്രം യോഹന്നാൻ സ്ഥാപകൻ പറഞ്ഞു കേട്ടില്ലയോ? സ്തോത്രം. അബ്രഹാം പിതാവ് അപ്പനാട്ടുണ്ട് എന്ന് പറഞ്ഞ് സർപ്പസന്തതികളെ നിങ്ങൾ വരാനുള്ള കോപത്തെ ഒഴിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് ആരാ പറഞ്ഞേ? അപ്പനാ അബ്രഹാം പിതാവ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പന്റെ ക്വാളിറ്റി ഒന്നും ആർക്കില്ല, മക്കൾക്കില്ല. നമ്മളെ മക്കൾക്ക് നമ്മളൊരു ക്വാളിറ്റി ഇരിക്കും. നമ്മളെ ചില സ്വഭാവങ്ങൾ കാണുമ്പോൾ നമ്മൾ ഓർക്കത്തില്ല ഇത് നമ്മളെ ക്വാളിറ്റിയാണ്. നമ്മളെ മക്കളിൽ ഞാൻ ചിലതെല്ലാം കാണുമ്പോൾ ഓർക്കും ഇത് എന്റെ ചെറുപ്പത്തിൽ ചില ക്വാളിറ്റിയാണ്. സ്തോത്രം. ഞാൻ അപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, പാരമ്പര്യങ്ങൾ അവരെ പിന്തുടരല്ലേ. അവരുടെ മേൽ എന്തേ വരാവൂ? ഞാൻ വീണ്ടും ജനിച്ച് കഴിഞ്ഞിട്ടുള്ളത് മാത്രമേ അവരുടെ മേലിൽ വരാവൂ. കാര്യം അവർ ആത്മീയരായിട്ട് വളരാവൂ. സ്തോത്രം. നല്ല സ്തോത്രം. സാക്ഷ്യങ്ങളെ ദൈവം ഒരുക്കി എല്ലാ വ്യക്തികൾക്കും വേണ്ടി അവസാനം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് രോഗസൗഖ്യത്തിന്റെ ഒരു വലിയ വിടുതൽ പരിശുദ്ധാത്മാവിനോട് ശക്തമായി ഇടപെടുന്നുണ്ട്. ഇന്ന് വലിയ സൗഖ്യങ്ങൾ നടക്കും. സ്തോത്രം. ചില പാരമ്പര്യ രോഗങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ജനിച്ചപ്പം മുതൽ അല്ലെ കുറെ നാളുകൊണ്ട് ഞാൻ അനുഭവിച്ച വേദന, ആ രോഗത്തിന്റെ കെട്ട് ഇന്ന് കർത്താവ് അഴിച്ചു മാറ്റിയിരിക്കും. ദൈവം എന്നോട് ശക്തമായി പറയുന്നുണ്ട്, ചിലരുടെ മേൽ ആ ദൈവശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ചില കുടുംബത്തിനകത്ത് ചില ശാപം പോലെ അല്ലെങ്കിൽ ബാധിച്ചു കിടക്കുന്ന ചില ബാധ ദൈവം വേരോട് പിഴുതു മാറ്റാൻ പോവുക. ഇന്ന് പ്രിയ മക്കളെ, ഇന്ന് ദൈവത്തിന്റെ ചില അത്ഭുത പ്രവൃത്തികൾ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അനുഭവിക്കുന്നവരുടെ മേലും ഇന്ന് വെളിപ്പെടാൻ പോവുക. വിശ്വസിക്കുന്നുവെങ്കിൽ അത് നമ്മളെ കുടുംബത്തിലായിരിക്കും. ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക, എന്റെ കുടുംബത്തിൽ അത് വെളിപ്പെടട്ടെ. ആ ദൈവത്തിന്റെ മഹത്വം. ഇനി ഇങ്ങനെ ഞെരുങ്ങിയെല്ലാം പോകാൻ എനിക്ക് മടിയായി. ഇനിയെങ്കിലും എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു വിശാലത വേണം. ആമേ. ദൈവസന്നിധി ഒന്ന് പ്രാർത്ഥിക്കുക. ഇനിയെങ്കിലും എനിക്കൊരു സ്വസ്ഥത വേണം. ഇനിയെങ്കിലും എനിക്കൊരു സന്തോഷം വേണം. അതിനെതിരെ നിന്ന് വാദിക്കുന്ന ശത്രുവായ പിശാചിന്റെ ചില കെട്ടുകൾ വേരോടൊന്നും പിഴുതു മാറട്ടെ. ചില കുടുംബത്തിൽ നിന്നൊന്നും പിഴുതു മാറട്ടെ. ചില ദേശത്തു നിന്നൊന്നും പിഴുതു മാറട്ടെ. എന്നെ അലക്കുന്ന ചില വിഷയങ്ങളൊന്നും മാറട്ടെ. ഇന്ന് പകൽ എന്നെ ഒന്ന് സ്വതന്ത്രനാക്കണം. ഞാൻ മടങ്ങിപ്പോകുന്നത് ഒരു സ്വതന്ത്രനാട്ട മടങ്ങിപ്പോകുന്നത്, ഒരു ഭാരമുള്ളവരെ പോലല്ല മടങ്ങിപ്പോകുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ, യേശു കർത്താവ് പറയുന്നത് പോലെ, ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കലേക്ക് വാ, നിങ്ങളെ ഭാരം ഞാൻ ചുമക്കാന്ന് പറഞ്ഞത് പോലെ ഇന്ന് കർത്താവ് യേശു പറയുന്നു, ഇന്ന് പകല് ദൈവം നിന്റെ ഭാരം ചുമക്കാൻ പോവുക. ദൈവം നിന്റെ ഭാരം ചുമക്കുമ്പോ നിന്നെ ഒന്ന് ഫ്രീ ആക്കാൻ പോവുക, നിന്നെ ഒന്ന് സ്വതന്ത്രനാക്കാൻ പോവുക. ഒരു സ്വസ്ഥത നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. ഒരു ദൈവ സാന്നിധ്യം നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. ചില വിടുതലോട്, ചില അത്ഭുതത്തോട് നിന്റെ മേൽ ചില ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ഇന്ന് പകല് വെളിപ്പെടാമെന്ന് ദൂത് പറയുന്നു. ഇന്ന് പ്രിയ ദൈവജനം നീ പൂർണ്ണമായി ഏറ്റത്. നീ ഏത് ഭാരത്തിലാവട്ടെ, സാമ്പത്തിക ഭാരമാവട്ടെ, കടഭാരമാവട്ടെ, അപ്പൊ പിതാവ് രോഗമാവട്ടെ, മാനസികമായുള്ള പിരിമുറുക്കമാവട്ടെ, എന്ത് ചെയ്യും എന്നുള്ള ചില ചോദ്യങ്ങൾ ഇന്ന് പകൽ അടിച്ചു മാറ്റാൻ പോവുക. അവിടെ യേശുവിന്റെ മഹത്വം ഇറങ്ങാൻ പോവുക. സ്തോത്രം. ഒന്നുമില്ലായ്മ ഈ പൊടിയിൽ കിടന്നവന്, ഈ കുപ്പയെ കിടന്നവന് എന്നെ പ്രമുഖന്മാരുടെ മധ്യയിൽ കൊണ്ടിരിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ആ വചനത്തെ റിലീസ്
പ്രാർത്ഥിക്കുക. ആ വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എന്റെ മേലുള്ള ചില പ്രതികൂലങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് പകലഴിഞ്ഞു മാറട്ടെ. അതിന്മേൽ നിന്ന് ദൂത് നിവർത്തിയാവട്ടെ. അതിന്മേൽ നിന്ന് ദുരിതത്തിന്റെ ദൂത് നിവർത്തിയാവട്ടെ. ഞാൻ പ്രമുഖന്മാരുടെ മധ്യയിൽ നിന്ന് ദൈവം കൊണ്ടിരുന്നത് എന്നെ നിന്ദിക്കുന്നവരെ വേണ്ടി, പരിഹസിക്കുന്നവർ വേണ്ടി, അപമാനിക്കുന്നവരെ വേണ്ടി എനിക്കും ഒരു വിടുതലുണ്ട്. ഞാനും എന്റെ കുടുംബവും പുറത്തു വരും. ഇങ്ങനെ കിടക്കാനല്ല എന്റെ ദൈവം എന്നെ വിളിച്ചത്. ഇങ്ങനെ കിടക്കാനല്ല എന്റെ ദൈവം വിളിച്ചത്. ഇങ്ങനെ അനുഭവിക്കാനല്ല എന്റെ ദൈവം വിളിച്ചത്. എനിക്ക് ശരീരം തന്നിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തെ എണ്ണിപ്പിക്കാനല്ല ദൈവം വിളിച്ചത്. രോഗിയെ വിളിച്ചിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം കർത്താവ്, ഒരു ഹീലിംഗ് നടക്കുന്ന കർത്താവ്. ഇന്ന് പകല ചില ബന്ധനങ്ങൾ പോട്ടെ, ചില ആപദാനത്തിന്റെ കെട്ട് പോട്ടെ, ചില രോഗങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ രക്തത്തെ ചില രോഗങ്ങൾ അഴിയട്ടെ. ഇന്ന് അത്ഭുതങ്ങളോട് പുറത്തു വരട്ടെ. ചില അത്ഭുതത്തോട് പുറത്തു വരട്ടെ. ദൈവത്തിന്റെ ചില മഹത്വത്തോട് പുറത്തു വരട്ടെ. എന്റെ കർത്താവിനെ വിളിച്ചത് അപ്പൊ കൈവിടാനല്ല, ചേർത്ത് പിടിക്കാനാ. എന്റെ കൈ പിടിച്ചിരിക്കുന്നതിനെ ചേർത്ത് പിടിക്കാനാ, അല്ലാതെ കൈവിടാനല്ല. ഇന്ന് പകൽ ഞാൻ തിരിച്ചറിയുന്നു, എന്റെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. എന്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ ഉപേക്ഷിച്ചു പോയാലും എന്നെ ഉപേക്ഷിക്കത്തില്ല. ചേർത്ത് പിടിക്കത്തേ ഉള്ളൂ. അതാണ് എനിക്ക് ഈ ആയുസ് ദൈവം തന്നേക്കുന്നത്. എങ്കിൽ ഞാൻ ദൈവത്തിന്റെ വാക്തത്വം ദൂരും. എന്റെ കുടുംബത്തിനകത്ത് പൂർണ്ണതയോട് ഞാനും എന്റെ കുടുംബവും അനുഭവിച്ചിരിക്കും. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. ഇന്ന് പകല് ആ ദൈവത്തിന്റെ കുടുംബങ്ങൾക്ക് വെളിപ്പെടേണ്ട കർത്താവ് അത്ഭുതത്തോട് ദൈവത്തിന്റെ പകല് ചില കുടുംബത്തെ അപ്പൊ ഓരോ വ്യക്തികളെ എന്നോട് വായിക്കുന്ന ഇഷ്ടം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ അവരുടെ ഭവനത്തിനകത്ത്, അവരുടെ റൂമിനകത്ത്, അവരുടെ ശരീരത്തിനകത്ത് അത് വെളിപ്പെടട്ടെ കർത്താവ്. ആ ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. ഇതൊരു വലിയ ലെവലിലേക്ക് ഇന്ന് വലിയ മാറ്റങ്ങളുള്ള സാക്ഷ്യമുണ്ടാവട്ടെ, അത്ഭുതങ്ങളുള്ള സാക്ഷ്യമുണ്ടാവട്ടെ. സകല രോഗബന്ധനങ്ങളെ വഴിയട്ടെ, സകല ആപദാനത്തിന് കെട്ട് പോട്ടെ. ദൈവത്തിന്റെ ദൂതമോട് വെളിപ്പെടാതെ വലിയ അത്ഭുത സാക്ഷ്യത്തോട് പുറത്തു വരട്ടെ. ദൈവത്തിന്റെ ദൂതോട് പുറത്തു വരട്ടെ. അത്ഭുതങ്ങളോട് പുറത്തു വരട്ടെ. സ്തോത്രം, 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 സ്തോത്രം. അതുപോലെ സ്തോത്രം, നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന വിഷയമായിരുന്നു അനുവറിന്റെ വിഷയം. ദൈവം അമികാലയെ സ്തോത്രം. അനുവറിനെ ദൈവം കഴിഞ്ഞ ദിവസം ബോംബെയിലേക്ക് അയച്ചിട്ടുണ്ട്. ബോംബെയിൽ മെഡിക്കൽ അമികാല സ്തോത്രം അതിൻ്റെ ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടിരിക്കുവാണ്. സ്തോത്രം. ഇനി അവിടുന്ന് നേരെ ഈ സൺഡേ മാലദ്വീപിലേക്ക് പോവും. മാലദ്വീപിൽ നിന്ന് നേരെ സൗദിയിലേക്ക് പോകും. സ്തോത്രം. അവരെ മൊത്തം കമ്പനിക്കാരുടെ ഇതിലാണ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം മുറയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം. ഇനിയും 2 യാത്രകളും കൊണ്ട് പ്രാർത്ഥിക്കുക. സ്തോത്രം. മാലദ്വീപിൽ സ്തോത്രം. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് സൗദിയിലേക്ക് അയക്കും. അതെല്ലാം കമ്പനിയുടെ ഇതിലാണ്, ഇപ്പോൾ കമ്പനിയുടെ ഇതിലാണ് നിൽക്കുന്നത്. സ്തോത്രം. അമേ സ്തോത്രം. എനിക്ക് നല്ല ഓർമ്മയുണ്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ. സ്തോത്രം. അനുഭവം പ്രാർത്ഥിക്കാൻ വന്ന് നിൽക്കുമ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് വേറെ ഒരിടത്തേക്ക് പോകാനുള്ള പാസ്പോർട്ടെല്ലാം കൊടുത്തിട്ട് വന്ന് നിൽക്കുക. സ്തോത്രം. ഒരാളുടെ അത് ഓക്കെ ഒന്നുമല്ല. പാസ്പോർട്ട് അവരെ മേടിച്ച് 10,000 രൂപ മേടിച്ച് വെച്ചേക്കും. സ്തോത്രം. വന്നിരിക്കുമ്പോൾ പറഞ്ഞ ഇതുപോലെ സ്തോത്രം രജിസ്റ്റർ പോകുന്ന സ്ഥലത്ത് തന്നെ ദൈവം അയക്കും, നിങ്ങളെ കുടുംബമായ ദൈവം അനുഗ്രഹിക്കും. പുള്ളി അത് മൈൻഡൊന്നും ചെയ്തില്ല. അപ്പോഴതൊന്നും പുള്ളിക്ക് വലിയ കെയറാക്കിയൊന്നും ഇല്ല. സ്തോത്രം. പക്ഷേ പുള്ളി പോയി. ഞാൻ ഓർത്ത് പോയെന്ന സ്റ്റൈൽ അങ്ങ് പോത്തേ ഉള്ളൂ. ഇല്ല, ദൈവത്തിന് പുള്ളി ആവശ്യമുണ്ടായിരുന്നു. ദൈവം കൊണ്ടുവന്നു. പുള്ളി ആ പാസ്പോർട്ട് തിരിച്ച് മേടിച്ചു. ചില നഷ്ടങ്ങളെല്ലാം ഉണ്ടായി മേടിച്ചു. സ്തോത്രം. പുള്ളി പോലും പ്രതീക്ഷിക്കാതെ ഇപ്പം നല്ലൊരു കമ്പനിയിലേക്ക്, നല്ല കമ്പനിയിലേക്ക് ദൈവം അയക്കുന്നു. സ്തോത്രം. എല്ലാം ബെനിഫിറ്റുള്ള നല്ല കമ്പനിയിലേക്ക് അയക്കുന്നത്. സ്തോത്രം. ഇങ്ങനെ ആ കമ്പനി സ്തോത്രം വേറെ രാജ്യങ്ങളിൽ ജോലി ചെയ്തവരെ വരെ കഴിഞ്ഞ ദിവസം കണ്ടുമുട്ടി. അവരെല്ലാവരും ഒന്നിച്ചായി പോയി പോകുന്നത്. സ്തോത്രം. അപ്പോൾ അവർ ആ കമ്പനിയെ പറ്റിയെല്ലാം പറഞ്ഞപ്പം ഒരുപാട് ആ കമ്പനിയോട് എന്ത് ചെയ്തു? സ്തോത്രം. ആ കമ്പനിയുടെ ക്വാളിറ്റിയെ മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ദൈവം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് എപ്പോഴും എന്തുവാ? നല്ലതേ കൊടുക്കത്തുള്ളൂ. സ്തോത്രം. ചീത്തയായ ഒന്നും ദൈവമക്കൾക്ക് ദൈവം കൊടുക്കത്തില്ല. സ്തോത്രം. എനിക്ക് ആ കുടുംബം പൂർണ്ണമായ ദൈവത്തിന് വേണ്ടി നിൽക്കട്ടെ. സ്തോത്രം. ആ ദൈവത്തിന് വേണ്ടി അവർ ഒരുക്കപ്പെടട്ടെ, അവർ അനുഗ്രഹമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതേപോലെ സ്തോത്രം. സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു കാര്യത്തോട് ഞാൻ അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് വചനത്തിൽ സ്തോത്രം. ദശാംശത്തിന്റെ കാര്യങ്ങൾ. സ്തോത്രം. ഞാൻ എപ്പോഴും ദൈവമക്കളെ ഞാൻ പറയാം, ദശാംശ ബോക്സിനകത്ത്
നിങ്ങൾ കൊണ്ടിടുന്നത് നിങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് കൊണ്ടിടുന്നത്. സ്തോത്രം. അത് കൊണ്ടിടുമ്പോൾ അത് എത്രയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അത് നിങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കുള്ളതിൽ നിങ്ങൾ വിശ്വസ്തയോട് കൊണ്ടിടുമ്പോൾ സ്തോത്രം. നേരത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടിട്ടപ്പോൾ എനിക്കിത് കുറവാണ്, എനിക്കിതിന്റെ ഡബിൾ ഇടാൻ പറ്റണം. സ്തോത്രം. അടുത്ത ആഴ്ച വന്നപ്പോൾ ദൈവം ഡബിൾ ഇടിപ്പിച്ചു, ഇല്ലയോ? അപ്പൊ കൊണ്ടിടുമ്പോൾ പറയണം, കർത്താവ് ഇത് ദൈവം എനിക്ക് തന്നതിന്ന് ഞാൻ ദൈവത്തിന് വേണ്ടി, എനിക്ക് ദൈവം ഇത് തന്നത് എങ്ങനെ? ആരോഗ്യവും ബലവും ആയുസ് നൽകി. എന്റെ കഴിവുകൊണ്ടല്ല, എനിക്ക് ആരോഗ്യവും ബലവും ആയുസ്സെല്ലാം കിട്ടിയതുകൊണ്ടാണ് ഇതെനിക്ക് ദൈവം തന്നത്. എങ്കിൽ ഇതിനകത്തോന്ന് ഞാൻ ദൈവത്തിനുള്ളത് കൊടുക്കുക, ഞാൻ ദൈവത്തിന് വേണ്ടി ഇടുക. കർത്താവിനെ അനുഗ്രഹിച്ചേ മതിയാവും. സ്തോത്രം. അത് നിങ്ങൾക്ക് കിട്ടുന്നതിനകത്ത് നിങ്ങൾ വിശ്വസ്തയോട് ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ വിശ്വസ്തയോട് ദൈവസ്ഥാനി പ്രാർത്ഥിച്ച് ഇടുന്നുവെങ്കിൽ, ഞാൻ ഉറപ്പായിട്ട് പറയാം, ദൈവം അത് ഒരിക്കലും എന്ത് ചെയ്യുക, സിംഗിൾ ആക്കത്തില്ല, ഡബിൾ ആക്കിയേ കൊണ്ടുവരത്തുള്ളൂ. കാര്യം ദൈവത്തിന്റെ വചനമാണ് പറഞ്ഞേക്കുന്നത്, അമർത്തിക്കുലിക്ക് പ്രതിഫലം കൊടുക്കും. ഒരു ഗ്ലാസ് പച്ചവെള്ളം നീ ദൈവനാമത്തിന് കൊടുത്താൽ പോലും അതിന് വരെ പ്രതിഫലം ആര് വെച്ചിട്ടുണ്ട്? സ്വർഗത്തിലെ ദൈവം വെച്ചിട്ടുണ്ട്. അത് നിശ്ചയമായി ആര് ചെയ്യും? ദൈവം ചെയ്യും. ദൈവം ചെയ്യും. അതെന്തോ എങ്ങനെ വന്നല്ല, എനിക്ക് കിട്ടിയത് ഞാൻ ദൈവത്തിന് കൊടുക്കും, ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കും. ആ ദൈവം എന്ത് ചെയ്യും? എനിക്ക് തന്നതേ ദൈവം, ഇല്ലേ? സ്തോത്രം. എങ്കിൽ ദൈവം നിശ്ചയമായി. ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്തുവാ? കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ മനസ്സ് നൊന്തായിട്ട്, സ്തോത്രം, എനിക്കിതിലും ഇരട്ടി ഇനിയും ദൈവത്തിന് കൊടുക്കണം. ദൈവം തന്നില്ലേ? ഇരട്ടി അടുത്ത ആഴ്ച ഞാൻ ദൈവം എഴുതിച്ചു. എങ്കിൽ സ്തോത്രം. ദൈവമക്കളെ, എല്ലാം നമ്മളെ ജീവിതത്തിന്റെ കാര്യം ഇതേപോലെ നമ്മൾ എപ്പോഴും ദൈവസ്ഥാനയിൽ വിശ്വസ്തയോട് ജീവിക്കുന്നുവെങ്കിൽ, ഞാൻ ഈ നിന്നെ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്ന ഈ ശൂന്യാവസ്ഥ എന്റെ ദൈവം പറഞ്ഞിട്ട എന്ന് പൂർണ്ണ ബോധ്യത്തോട്, എന്താ ദൈവമേ മറുപടി ഇല്ലെന്നല്ല ചോദിക്കേണ്ടത്, ഇതെന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ അനുഭവിക്കുന്നത്. ഇപ്പൊ നമ്മൾ ശൂന്യാവസ്ഥ കേൾക്കുമ്പോൾ ചില നിന്ന കേൾക്കാം, പരിഹാസം കേൾക്കാം, ഉടനെ നമ്മൾ തളർന്നു പോകാനല്ല. അപ്പോഴും ദൈവത്തോട് പറയണം, ഇത് ഞാൻ കേട്ടതും അനുഭവിച്ചതും ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടി. കാര്യം എന്തുവാ? എനിക്ക് അതിനും അപ്പുറമായിട്ടാ ഞാൻ ദൈവത്തിന്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്നത് എന്ന് പറഞ്ഞു നിൽക്കുന്ന ദൈവമക്കളെ ആരനുഗ്രഹിക്കും? ദൈവം അനുഗ്രഹിക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള പ്രതികൂലവും പ്രയാസവും കഷ്ടവും എല്ലാം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തോട് ഇച്ചിരി ദേഷ്യപ്പെട്ടെല്ലാം ചോദിക്കും. നമ്മൾ അടുത്തിരിക്കുന്നവരെ ചൂണ്ടിക്കാണിക്കും, ഇല്ലേ? അവരെ അനുഗ്രഹിക്കുന്നു, എന്റെ അനുഗ്രഹം അങ്ങനല്ല, എന്റെ അനുഗ്രഹം അതിലും മേലില്ല. അതാ അവര് ചിലത് അനുഭവിക്കാത്തത്, ഞാൻ ചിലത് അനുഭവിക്കുന്നു, ഇല്ലേ? സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ചില രോഗങ്ങൾ പ്രതികൂലം വരുമ്പോൾ നമുക്കറിയാം കർത്താവിന് മാത്രമേ നമ്മളെ സൗഖ്യമാക്കാൻ പറ്റൂ, ഇല്ലേ? എങ്കിലും ചില മാനുഷിക ബുദ്ധി എന്ത് ചെയ്യും? നമ്മളെ മേൽ വരും. സ്തോത്രം. ആ മാനുഷിക ബുദ്ധി വരുന്നത് കൊണ്ടാണ് ചില പ്രതികൂലോടും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷെ അവിടെ മാനുഷിക ബുദ്ധി അല്ല ദൈവത്തിന് ആ മഹത്വമെങ്കിൽ ആ പ്രതികൂലം എന്ത് ചെയ്യത്തില്ല? നമുക്ക് അനുഭവിക്കേണ്ടി വരത്തില്ല. സ്തോത്രം. അനുഭവിക്കേണ്ടി വരത്തില്ല. എല്ലായിടത്തും സ്തോത്രം എല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്നേ. നമ്മൾ മിക്സ് ചെയ്തിറങ്ങിയവരല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഴയപടി ജീവിച്ചാൽ മതിയായിരുന്നു, ഇല്ലയോ? രണ്ടിടത്തും അടി മേടിക്കണമായിരുന്നു. ദൈവത്തിൽ നിന്നും സ്തോത്രം ലോകത്തിൽ നിന്നും അടി മേടിക്കണമായിരുന്നു. നമ്മൾ മിക്സ് ചെയ്തിറങ്ങിയതല്ല, നമ്മളെല്ലാം വിട്ടിറങ്ങിയതാണ്. നമ്മൾ ആർക്ക് വേണ്ടി ഇറങ്ങിയതാ? കർത്താവിന് വേണ്ടി ഇറങ്ങി. കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കർത്താവ് നിശ്ചയമായി എന്ത് ചെയ്യും? നമ്മളെ അനുഗ്രഹിച്ചിരിക്കും. ഇന്ന് പകല് വിശ്വസിക്കുക. എന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വീണ്ടും വെളിപ്പെടുത്തുന്നുകൊണ്ട് പറയുക, എന്റെ കുടുംബത്തിനകത്ത് ചില ബാധയായിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ചില നിന്നയായിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ചില പരിഹാസമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ചിലവർക്ക് ചിരിക്കുവാനുള്ള ചില വാക്കാട്ട് എന്റെ ദേശത്ത്, എന്റെ ഭവനത്തിനകത്ത്, എന്റെ ബന്ധുമിത്രാദികളുടെ മധ്യയിൽ ഞാൻ ഇരിക്കുന്നുവെങ്കിൽ ദൈവമേ അത് മാറ്റുവാൻ കർത്താവിന് കഴിയും. ഇന്ന് പകല് പരിശുദ്ധാത്മാവ് പറയുക, അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവ ജനത്തിനകത്ത് നിശ്ചയമായി ഇന്ന് പകല് ദൈവം ഒരു വിടുതൽ അയച്ചിട്ടുണ്ട്. ദൈവം നിശ്ചയമായി അയച്ചിട്ടുണ്ട്. പൂർണ്ണമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എന്റെ കുടുംബത്തിൽ നിന്ന് മാറാൻ പോവുക, എന്റെ തലമുറയിൽ നിന്ന് മാറാൻ പോവുക, എന്റെ ഭർത്താവിൽ നിന്ന് മാറാൻ പോവുക, എന്റെ ഭാര്യയിൽ നിന്ന് മാറാൻ പോവുക, എന്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് മാറാൻ പോവുക, എന്റെ ജീവിതത്തിൽ നിന്ന് മാറാൻ പോവുക, എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവാൻ പോവുക, എന്റെ ജീവിതത്തിന് ഒരു വിടുതൽ ഉണ്ടാവാൻ പോവുക. കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നോട് പറഞ്ഞ ദൂത് എന്റെ കുടുംബത്തിനകത്ത് പൂർണ്ണമാവാൻ പോവുക. ആ ദൂതിലേക്ക് ഞാനും എന്റെ കുടുംബവും കടന്നു വരാൻ പോവുക. വാഗ്ദത്തങ്ങളിലേക്ക് കടന്നു വരാൻ പോവുക. അത്ഭുതത്തിലേക്ക് കടന്നു വരാൻ പോവുക. ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവർത്തികൾ ഇന്ന് യെസ് ആമേൻ യെസ് അപ്പൊ ദൈവത്തിന്
പൂർണ്ണമായി നമ്മളെ വിടുവിക്കുവാനുണ്ട്. കർത്താവ് ഇന്ന് എന്നോട് പറയുന്നത് സ്വതം ചിലതെല്ലാം ദൈവം പൊട്ടിക്കുന്നുണ്ട്. ഇന്ന് പകല് ചുമ്മാ വന്നതല്ല, ചുമ്മാ വന്നതല്ല, പ്രാപിച്ചേ പോകും. ഇന്ന് ഈ പ്രതികൂലത്തിന്റെ മധ്യേ നമ്മൾ ചുമ്മാ വന്നതല്ല. ചിലത് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ. എന്റെ ശരീരം, എനിക്ക് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും തന്നതും കർത്താവ് സൗഖ്യമാക്കിയ തന്നു, അല്ല രോഗിയാക്കിയല്ല ദൈവം എന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ആമേൻ, സ്തോത്രം. സൗഖ്യമാക്കിയതാ. എങ്കിൽ എന്റെ ശരീരത്തിനകത്ത് പിടിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ, അല്ലെങ്കിൽ രോഗിയാക്കിക്കൊണ്ടിരിക്കുന്ന ചില പ്രതികൂലങ്ങൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, അത് വേരോട് പിഴുതു മാറാൻ പോവുക, വേരോട് പിഴുതു മാറാൻ പോവുക. നിന്നെ എങ്ങനെ സൃഷ്ടിച്ചത് അതിനകത്ത് മുണ്ട്, അത് ഓരോ അവയവത്തിനകത്ത് എങ്ങനെ പൂർണ്ണമായി സൗഖ്യമുണ്ടായിരുന്നു, അതേപോലെ ഇന്ന് പകൽ മാറ്റാൻ പോവുക. ഇനി നിന്റെ കുടുംബത്തിനകത്ത് രോഗമെന്നൊരു വാക്ക് കാണത്തില്ല, വാക്ക് കാണത്തില്ല, കഷ്ടമെന്നൊരു വാക്ക് കാണത്തില്ല. യേശു പറയുക, ചില അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് ചെയ്യാൻ പോവുക, ചില പോവുക. യേശുവിന്റെ നാമത്തിൽ ചില വെളിപ്പെടാത്ത ദൈവത്തിന്റെ സൗഖ്യം വെളിപ്പെടാത്ത സൗഖ്യം, അടിപ്പിണറാവുന്ന ദൈവത്തിന്റെ അത്ഭുതം ചില കുടുംബത്തിനകത്ത് വെളിപ്പെടാത്ത ഇതൊരു ഇനി ഞങ്ങൾ പൊട്ടനെ പോലെ കേൾക്കുക, അത് പൊട്ടനെ പോലെ ഏറ്റെടുക്കുക. ദൈവത്തിന്റെ ആലോചന വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങളെ ബുദ്ധിക്ക് മേലായി അത് ഞങ്ങൾ ഏറ്റെടുക്കുക, ദൈവത്തിന്റെ ഏറ്റെടുക്കുക. ആ ദൈവത്തിന്റെ വിടുതൽ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. കൃപയാ, യേശുക്രിസ്തുവിന്റെ കൃപയാ, ദൈവത്തിന്റെ അത്ഭുതങ്ങളാണ് ഇന്ന് പകൽ ഒരുക്കാൻ പോകുന്ന അത്ഭുതങ്ങളായി യേശുവിന്റെ നാമത്തിൽ. ചിലത് മാത്രം ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. എന്റെ ജീവിതത്തിനകത്ത് എല്ലാ കാര്യത്തിനകത്തും എന്റെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും, ചിലവരെ ചെയ്യുവാൻ കഴിയും. പ്രിയ മക്കളെ, ആ ദൈവത്തിന്റെ ദൂത് വെളിപ്പെടട്ടെ, ആ വാഗ്ദത്തങ്ങൾ വെളിപ്പെടട്ടെ, അത്ഭുതം വെളിപ്പെടട്ടെ. സ്തോത്രം. അനുവേർ വന്ന് സ്തോത്രം ദൈവത്തെ രുചിച്ചറിഞ്ഞതുകൊണ്ട് എത്ര സഹോദരങ്ങളാണ് ഇന്ന് അനുവേറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലേ? സ്തോത്രം. ബന്ധം സ്വന്തമാണോ? ദൈവികമായുള്ള ബന്ധം, ദൈവം കൂട്ടിച്ചേർത്ത ബന്ധം. സ്തോത്രം. അതുകൊണ്ട് ആ കുടുംബത്തിനൊരു കരുതലിന്റെ പ്രാർത്ഥന ആരൊരുക്കി? ദൈവം ഒരുക്കി. ഇതാണ് ദൈവത്തിന്റെ കൂട്ടായ്മ, ദൈവത്തിന്റെ സന്തോഷം. സ്തോത്രം. നമുക്കൊരു വചനത്തിലേക്ക് വരാം. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചു വരാം. സ്തോത്രം. ഒരു മിനിറ്റ്. കർത്താവായ യേശുവിനെ കടന്നു പോകുമ്പോൾ ജന്മനാൽ കുരുടനായ ഒരു മനുഷ്യനെ കർത്താവ് കണ്ടു. അവനെ നോക്കിയിട്ട് കർത്താവിന്റെ ശിഷ്യന്മാര് പറഞ്ഞു, കർത്താവേ, ഗുരു, ഇവന്റെ അമ്മായപ്പന്മാർ പാപം ചെയ്തതുകൊണ്ടാണോ ഇവൻ കുരുടനായി തീർന്നത്? അപ്പോഴതിനകത്ത് ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാതാപിതാക്കൾ ചെയ്യുന്ന കുറ്റങ്ങൾ, കുറവുകൾ ആർക്ക് വരും? തലമുറ നേരിടും. തലമുറമേ വരും. മാതാപിതാക്കന്മാർ ചെയ്യുന്ന സകല കുറ്റത്തിന്റെ അകത്തും പാപത്തിനകത്തും ചില തലമുറ അനുഭവിക്കേണ്ട വരും. പക്ഷെ ഈ മനുഷ്യനെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, ഒരിക്കലുമല്ല. അവന്റെ മാതാപിതാക്കൾ കുറ്റം ചെയ്തതുകൊണ്ടല്ല അവൻ കുരുടനായി ജനിച്ചത്. എങ്കിൽ അവൻ കുറ്റക്കാരനാണ്. അവൻ ജനിച്ചപ്പോഴേ അവൻ കുരുടനാണ്. ജനിച്ച് ജീവിച്ചിട്ട് കുറവുകളുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അതിനകത്തുനിന്ന് വന്ന വീഴ്ചയെന്ന് പറയാം. അങ്ങനെ പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് എബെസ കൊളക്കരക്കകത്ത് ഒരുത്തൻ കിടപ്പുണ്ട് 38 വർഷം കൊണ്ട്. അവനോട് എന്തോ പറഞ്ഞേ? ഇനി പാപം ചെയ്യാതെ നീ ഇരിക്കണം. അപ്പോഴുകൊണ്ട് അവന് പാപം വന്നിട്ടാ, അവൻ പാപം ചെയ്തിട്ടാ അവന് ആ രോഗം വന്നത്, അല്ലെങ്കിൽ ആ പ്രതിസന്ധി വന്നത്. അപ്പൊ പാപം ചെയ്യുമ്പോഴും ചില രോഗങ്ങൾ എന്ത് ചെയ്യും? വരും. കാൽവരി ക്രൂശിൽ കർത്താവായ യേശു എന്ത് പറഞ്ഞു?
കർത്താവായ യേശുവിന്റെ ശരീരം കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടപ്പോൾ നിന്റെ പാപവും ശാപവും മാറി. അതേപോലെ പറയുന്നുണ്ട്, നിന്റെ രോഗത്തിൽ നിന്ന് നിനക്ക് മുക്തി ലഭിച്ചു. അപ്പൊ രോഗം എങ്ങനെ വരുന്നുണ്ട്? രോഗം പല രീതിയുണ്ട്. ചില ശാപത്താൽ വരാം, മാതാപിതാക്കൾ ചെയ്ത ശാപത്താൽ മക്കൾക്ക് രോഗം വരാം, അല്ലെങ്കിൽ ചില നമ്മുടെ കുറവ് കൊണ്ട് ചിലത് നമുക്ക് വരാം. ചില രോഗങ്ങൾ ഒന്നുമല്ല, ചില അത്ഭുതങ്ങൾ കാണുവാൻ വേണ്ടി, ദൈവത്തെ രുചിച്ചറിയുവാൻ വേണ്ടി. ഇന്ന് ഈ സഹോദരനെ നോക്കിയിട്ട് പറഞ്ഞ ഒരു കാര്യം ചോദിച്ചു, ഇവന്റെ മാതാപിതാക്കൾ ചെയ്തുകൊണ്ടാണോ ഒരു കുരുടനായത്, അല്ല ഇവൻ ചെയ്തത് കൊണ്ടാണ്? കർത്താവ് പറഞ്ഞു ഒരിക്കലുമല്ല. കർത്താവ് പറഞ്ഞു ഒരിക്കലുമല്ല. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി. ചിലതല്ല നമ്മളെ ഭവനത്തിനകത്ത്, ചില ശൂലം നമ്മളെ ജീവിതത്തിൽ ഭവനത്തിനകത്ത് നിൽക്കുന്നതിന്റെ കാര്യം, അല്ലെങ്കിൽ ചില വേദന, ചില കഷ്ടം, പ്രതികൂലങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ വന്നിട്ടും ദൈവസന്നിധി അടുത്തിട്ടും നമ്മളെ ജീവിതത്തിനകത്ത് നിൽക്കുന്നതിന്റെ കാര്യം എന്തിനു വേണ്ടിയാ? ദൈവനാമം മഹത്വം എടുക്കുവാൻ വേണ്ടിയാണ്. അവിടെ കർത്താവിന് എന്ത് ചെയ്യാനുണ്ട്? ഒരു മഹത്വം എടുക്കാനുണ്ട്. കർത്താവിനൊരു അത്ഭുതം ചെയ്യാനുണ്ട്. ഒരു ദൈവം ചെയ്യുമ്പോൾ പെട്ടെന്നായിരിക്കും ദൈവം ചെയ്യുന്നത്. ദൈവം പെട്ടെന്ന് ഒരു ഉയർച്ച, നന്മ, അനുഗ്രഹം അവന്റെ ജീവിതത്തിനകത്ത് വരുമ്പോൾ കണ്ടു നിൽക്കുന്നു, ഞെട്ടിക്കും. ഇതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനെ കിട്ടാൻ ഒരു വഴിയില്ല. ഇല്ലേ? ഞാനൊരു കാര്യം വയ്ക്കാം, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പറയാം. ഞാനൊരു ദശാംശം കൊണ്ടിട്ടപ്പോൾ ഞാൻ ദൈവസേനയിൽ പറയാം, കർത്താവ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഇരട്ടി ദൈവം തരണം. ആർക്ക് കൊടുക്കാൻ? ദൈവത്തിനും കൊടുക്കണം, എനിക്കും എൻ്റെ കുടുംബത്തിനും അതിന്റെ നന്മ അനുഭവിക്കാൻ വേണം. അതിന് ഇരട്ടി തരണം. ഞാൻ സ്ഥിരം 1000 രൂപ മേടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ശമ്പളം എൻ്റെ 1000 രൂപ. ഞാൻ അതിനകത്തുനിന്ന് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? 100 രൂപ മാറ്റി വെച്ചിട്ട് ഞാൻ കൊണ്ടിട്ടിട്ട് പറയുക, എനിക്ക് ഇരട്ടി കിട്ടണം. എനിക്ക് ഡെയിലി കിട്ടേണ്ട ശമ്പളം എന്തുവാ? 1000. അതെങ്ങനെ പറ്റും? അതെങ്ങനെ സംഭവിക്കും? 1000 രൂപ പെട്ടെന്ന് ഒരാൾ വല്ല ശമ്പളം കൂട്ടിത്തരുമോ? കേൾക്കുമ്പോൾ നമുക്കൊരു പൊട്ടത്തരമായിട്ട് തോന്നും, ഇല്ലയോ? ദൈവത്തിന് കൂട്ടിത്തരാൻ പറ്റും. ദൈവം ഒരു വാതിൽ തുറക്കാൻ തുടങ്ങുന്ന പിന്നെ അത് അടയ്ക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നീ ഡെയിലി 1000 രൂപയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവനായിരിക്കും നിന്റെ പൊസിഷനെ മാറ്റി ദൈവം വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. ഈ 1000 രൂപയുടെ സ്ഥാനത്ത് എപ്പോഴും എന്ത് ചെയ്യും? ഡബിൾ ആകുമ്പോൾ എന്ത് ചെയ്യണം? 2000 വരണം, ഇല്ലേ? ഡബിൾ എന്ന് പറഞ്ഞാൽ 2000 വരണം. 2000 വന്നാൽ 100 ദശാംശം ഇട്ടാൾക്ക് 200 ഇടാൻ പറ്റുള്ളൂ. ആർക്ക് പറ്റും? നീ ഓർക്കും, അയ്യോ ഞാൻ പഠിച്ചതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇതൊന്നും അല്ല. നീ പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം അവിടെ നിൽക്കട്ടെ. ദൈവത്തിന് അനുഗ്രഹിക്കാൻ തുടങ്ങുമെന്ത് ചെയ്യും? നിന്റെ ലെവല് മാറ്റാൻ തുടങ്ങും. അതുപോലെ ഞാനൊരു കാര്യം ചോദിക്കാം. 1000 രൂപ സ്തോത്രം ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ വീട്ടില് 500 രൂപ കൊണ്ട് കൊടുക്കും. 300 രൂപ പുള്ളിയുടെ ഡീസലിനും പിന്നെ പുള്ളിയുടെ ഫുഡിനും കാര്യങ്ങളൊക്കെ എല്ലാം പുള്ളി ഒരു 500 രൂപ കിട്ടും. ഈ വ്യക്തി ഒറ്റയടിക്ക് രൂപാന്തരപ്പെട്ടു, മാനസാന്തരപ്പെട്ടു. 500 രൂപ വീട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ 500 രൂപയ്ക്ക് വീട് നല്ല രീതിയിൽ ഒരുമായി സന്തോഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് പുള്ളി രൂപാന്തരപ്പെട്ട്, മാനസാന്തരപ്പെട്ടു. ഈ 500 രൂപ കൊടുത്തുകൊണ്ടിരുന്ന ആള് വീട്ടിൽ ഒരു 800 രൂപ വെച്ച് കൊടുക്കും. വീടിന്റെ അവസ്ഥ മാറൂ. സമ്പത്ത് പിടിച്ച് ചെലവാക്കാൻ അറിയുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും? 300 രൂപ എന്ത് ചെയ്യും? ലാഭമായി തീരും. 500 രൂപയ്ക്ക് അവർ ലാവശ്യമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന അപ്പോഴാ ഒരു 300 രൂപ എക്സ്ട്രാ കിട്ടിയ ലാവശ്യമാവോ? പ്രൈസലോ. കാര്യം എന്തുവാ? പുള്ളിയുടെ ഡീസലടി പുള്ളി നിർത്തി. പുള്ളി ഫുള്ള് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി, ദൈവത്തിന് വില കൊടുക്കാൻ തുടങ്ങി. ആ പൈസയോട് എവിടെ വരും? അല്ലെ വേറൊരു ഉദാഹരണം പറയാം. സ്തോത്രം 1000 രൂപ എനിക്ക് കിട്ടി. ചിലവർക്ക് ഭയങ്കര വരുമാനമുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പലർക്കും ഭയങ്കര വരുമാനമുണ്ട്. പക്ഷെ കിട്ടുന്നതിന്റെ ഒരു പകുതി കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ചെലവ്. അവിടെ വിശ്വാസം വെളിപ്പെട്ടു, ദൈവത്തെ തിരിച്ചറിഞ്ഞു. ഏത് രോഗവും ഏത് പ്രതികൂലവും എൻ്റെ യേശുവിനെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് ഉറപ്പും ധൈര്യവുമായി അപ്പോഴും മുതൽ ആ സമ്പത്ത് എവിടെ വന്നുകൊണ്ടിരിക്കും? നമുക്ക് ചിലവർക്ക് ഭയങ്കര വരുമാനം കാണും, ഭയങ്കര ശമ്പളം കാണും, പക്ഷേ ഒന്നുപോലും എന്തില്ല. നമ്മൾ തന്നെ ഞെട്ടിക്കൊണ്ട്, അയ്യോ അവർക്ക് 19,000 രൂപ ശമ്പളം ഉണ്ടായിട്ട് എന്തുവാ അവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ? കടം എന്തുവാ? കാര്യം എന്തുവാ? കിട്ടുന്ന മൊത്തം പലയിടത്ത് പോവുക. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് എന്തുവാ? ആരോഗ്യം തന്ന ദൈവമാണ്, ബലം തന്ന്
സ്തോത്രം, നമ്മളെ കുടുംബത്തിന് സമാധാനം നൽകി, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസ അനാവശ്യമായി പോവാതെ എല്ലാം നമ്മളെ ഭവനത്തിൽ തന്ന ആരാ? ദൈവമാണ്. അപ്പോൾ നമ്മൾ ദൈവസേനയെ എന്ത് ചെയ്യണം? വിശ്വസ്തനായിരിക്കണം. ഈ 1000 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന ആള് ചിലപ്പം ഒരാൾക്ക് കീഴിലായിരിക്കും നിൽക്കുന്നത്. ചിലപ്പം ദൈവത്തിന് ഒറ്റ നിമിഷം കൊണ്ട് അയാളെ കീഴിൽ 10 പേരെ നിർത്തുവാനുള്ള ഒരു കഴിവിലേക്ക് ആർക്ക് കൊണ്ടുപോകാൻ പറ്റും? ദൈവത്തിന് കൊണ്ടുപോകാൻ പറ്റും. ഇല്ലേ? ചിലവർ പറയത്തില്ലയോ, അയ്യോ അവൻ ഇന്നലെ വരെ എൻ്റെ കൂടെ കൂലിപ്പണിക്കുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അവൻ ഭയങ്കര കാശുകാരനായി. എങ്ങനെയായി? അവനെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തടയാൻ പറ്റത്തില്ല. അവൻ വെക്കുന്നിടത്തല്ല എന്തുണ്ട്? വിജയമാണ്. അവൻ ചെല്ലുന്നിടത്തല്ല എന്തുണ്ട്? അവന് വിജയമാണ്. ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അവനെ അനുഗ്രഹിക്കാൻ പറ്റും. ഒരാളെ വിദ്യാഭ്യാസം കണ്ടോ, അല്ലെങ്കിൽ ഒരാളെ സൗന്ദര്യം കണ്ടോ, അല്ലെങ്കിൽ ഒരാളെ കുടുംബശ്രേഷ്ഠത കണ്ടൊന്നുമല്ല ആരനുഗ്രഹിക്കുന്നത്? ദൈവം അനുഗ്രഹിക്കുന്നത്. അങ്ങനെ അനുഗ്രഹിക്കാതെ നമ്മളെല്ലാം അനുഗ്രഹപ്പെടും. നമുക്കെല്ലാം ഇതേപോലെ നിൽക്കാൻ പറ്റും? നമുക്കെന്ത് യോഗ്യതയുള്ള? ഒരു യോഗ്യതയില്ലാത്ത കർത്താവ് നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ ജനമായി നിൽക്കാൻ. ദൈവത്തിന്റെ ജനത്തെ ദൈവം എന്ത് ചെയ്യും? നിശ്ചയമായി അനുഗ്രഹിക്കും. ഒരു നിസ്സാര കാര്യം ചെയ്താൽ പോലും അതിനകത്ത് അവൻ എന്ത് ചെയ്യും? ലാഭം ഒരുക്കി കൊടുക്കും. ലാഭം ഒരുക്കി കൊടുക്കും. നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ എന്തുണ്ടാവും? ലാഭം ഒരുക്കി കൊടുക്കും. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സിസ്റ്ററിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു, വീട്ടിലായിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. സ്തോത്രം. പക്ഷെ സിസ്റ്റർ എപ്പോഴും ബിസിയുമാ, നല്ല സമ്പത്തും. എന്തു പരിപാടി? ഞാൻ ചോദിച്ചു, എന്തു സിസ്റ്റർ പരിപാടി? സിസ്റ്റർ അവിടെ 3 തരം പായസം ഉണ്ടാക്കി കൊടുക്കും. സ്തോത്രം. അത് 5 കിലോ, 3 കിലോ. ചിലവരുടെ ഫംഗ്ഷൻ അനുസരിച്ച് ചിലവരെന്ന് പറയും എനിക്ക് 3 കിലോ പായസം വേണം. ഇത് എമൗണ്ട് ഇട്ടിട്ടുണ്ട്. വീട്ടിൽ ഇരുന്നുകൊണ്ട് ഉണ്ടാക്കുവോ? പുള്ളിക്കാർക്ക് ഭയങ്കര ബിസിനസ്സാ, ഭയങ്കര സമ്പത്ത്. സ്തോത്രം. അപ്പൊ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, സ്തോത്രം, എൻ്റെ അടുത്ത് പറഞ്ഞു, അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ വീട്ടിൽ കേക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വരുന്ന കസ്റ്റമറുകൾ ബർത്ത്ഡേ കേക്ക് എല്ലാം വന്ന് എൻ്റെ ഞാൻ മേടിക്കുന്നത്. അതിനും അതിനൊരു ലൈസൻസ് എടുക്കാൻ 150 രൂപ ചിലവുള്ളൂ. സ്തോത്രം. ലൈസൻസ് എടുത്ത് ഇപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകും. കർത്താവ് വീട്ടിൽ കുത്തിയിരുന്നതാ, ഒന്നും ചെയ്യാതെ മക്കളെ നോക്കി ഹസ്ബൻഡിനെ നോക്കിക്കൊണ്ടിരുന്ന വരുമാനം വന്നാണല്ലോ. സ്തോത്രം. ഹസ്ബൻഡ് എൻ്റെ കൂട്ടുകാരനാ. അവൻ്റെ അടുത്ത് ചോദിച്ചു, അവൻ്റെ അടുത്ത് പറഞ്ഞു, ലോക്ക്ഡൗൺ വന്ന എല്ലാം അടഞ്ഞു, ഒരു വരുമാനവും ഇല്ലായിരുന്നപ്പോൾ ഇതായിരുന്നു എന്നെ കൊണ്ടുപോയത്. ഇതുവരെ എനിക്ക് വഴി തുറന്ന്. അധ്യാപകനാണ്, ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ട്യൂട്ടോറിയൽ എല്ലാം അടഞ്ഞു, വരുമാനമില്ല, ഒരു രൂപ വരുമാനമില്ല. ഒരുപാട് ട്യൂട്ടോറിയൽ പോയി പഠിപ്പിച്ചുകൊണ്ടിരുന്ന നല്ല വരുമാനമുള്ളവനായിരുന്നു. ഒറ്റയടിക്ക് എല്ലാം വരുമാനം സ്റ്റോപ്പായി. അവൻ പറയാം, ഈ ഒരു ബിസിനസ് ആയിരുന്നു ഞങ്ങളെ അനുഗ്രഹിച്ചത്. ദൈവത്തിന് ഒരാളെ അനുഗ്രഹിക്കാൻ, അല്ലെ ദൈവത്തിന് ഒരാൾക്ക് ബുദ്ധി കൊടുക്കുവാൻ ഇതേപോലെ കഴിവ് ഈ സിസ്റ്റം ആർക്കും അറിയത്തില്ലായിരുന്നു. അത് കൊള്ളാവുന്നതുകൊണ്ടായിരിക്കുമല്ലോ പിന്നെയും വന്ന് മേടിക്കുന്നത്. ഇല്ലെങ്കിൽ ഒന്ന് മേടിക്കൂ. സ്തോത്രം. അതിന് PhD എടുക്കണോ? ഈ സാധനം ഉണ്ടാക്കാൻ PhD എടുക്കണോ? PhD എടുക്കുന്നവന്റെ ആട്ടി വരുമാനം ഇവിടെ വന്നുകൊണ്ടിരിക്കുക. ആർക്ക് ചെയ്യാൻ പറ്റും? ദൈവത്തിന് ചെയ്യാൻ പറ്റും. സ്തോത്രം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ഇതുപോലൊന്നും അല്ല കർത്താവ് വലിയ രീതിയിൽ നമ്മളെ അനുഗ്രഹിക്കാൻ പോകും. സ്തോത്രം. ഈ വഴിയൊന്നുമല്ല ഇത്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് അനുഗ്രഹിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഇന്ന് പ്രിയ മക്കളെ, നമ്മുടെ കുറവുകൾ കൊണ്ടുവരുന്ന വീഴ്ചകളുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പാരമ്പര്യമായുള്ള ചില വീഴ്ചകളുണ്ട്. പാരമ്പര്യമായുള്ള വീഴ്ച നമ്മളെ കുടുംബത്തിനകത്ത് ഫലിക്കത്തില്ല. കാര്യം നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. വീണ്ടും ജനിച്ചപ്പം അവിടെ എന്തുണ്ടായി? പാരമ്പര്യങ്ങളെല്ലാം ഉടഞ്ഞുപോയി. പാരമ്പര്യമായ ഒരു ശാപവും പാപവും നമ്മളെ മേൽ എന്ത് ചെയ്യത്തില്ല? നിലനിൽക്കത്തില്ല. കാര്യം എന്തുവാ? കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി യേശു എന്ന് നമ്മൾ രാവിലെ പാടിയ പോലെ, പ്രാണനാഥൻ എനിക്ക് വേണ്ടി ചത്തപ്പോൾ, മരിച്ചപ്പോൾ, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്തുണ്ടാവത്തില്ല? പാപോ ശാപോ എന്നിലുണ്ടാവും. ആ ഉയർത്തെഴുന്നേറ്റപ്പം പറഞ്ഞ് ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമ വാർത്തയിൽ വന്ന ഒരു മണ്ടത്തരം ഞാൻ പറയും. ഒരു ചെറുപ്പക്കാരൻ ഭാഷ കണ്ട് മരിച്ച് കഴിഞ്ഞ മനോരമയ്ക്കകത്ത് വന്നത്. നിങ്ങൾ വിശ്വാസം ഉണ്ടാവേണ്ടതിന് വേണ്ടി പുള്ളി മരിച്ച് അടക്കിയിട്ട് പറയുക, 3-ാം ദിവസം എന്നെ ചോണ്ടി നോക്കിയാൽ മതി, ഞാൻ ജീവനോടെ എഴുന്നേറ്റ്. ഇതൊന്നും ബൈബിള് പറഞ്ഞിട്ടുണ്ടോ? ഇവനല്ല എന്തോ പോയി പഠിച്ചെന്ന് എനിക്കറിയത്തില്ല. ബാക്കിയുള്ള ഭാഷമാർക്കോട് ജോലിപ്പാടുണ്ടാക്കാൻ വേണ്ടി ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? ജീവനോട് അടക്കിയവനെ, ജീവനോട് അവനെ അടക്കി. മനോരമ വിഷയമുള്ള പത്രത്തിനകത്തുണ്ട് ഇന്നലെ തന്നെ. ജീവനോട് അവനെ അടക്കിയിട്ട് 3-ാം ദിവസം അവർ വന്ന് തോണ്ടിയപ്പോൾ ചത്തിരിക്കുന്നു.
കർത്താവ് അങ്ങനെയാണോ നമ്മളെ ഉയർത്തും എന്ന് പറഞ്ഞു? ആണോ? ആണോ? ഇവനാരെ? കർത്താവ് യേശു. യേശു പറഞ്ഞ എന്തുവാ? ഏത് കല്ലറയ്ക്കും എന്നെ സീൽ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. 3-ാം നാള് അതെല്ലാം പൊട്ടിച്ച് ഞാൻ പുറത്തു വരും. റോമാ സർക്കാരിന്റെ സകല നിയമങ്ങളെ പൊട്ടിച്ചുകൊണ്ട് 3-ാം നാൾ കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. ആര്? നസറനായ യേശു. ശരീരത്തോടെ, ശരീരമില്ലാതെ ശരീരത്തോട് പുറത്തു വന്നു. കർത്താവ് നമ്മളെ അങ്ങനെയാണ് ഉയർത്തുമെന്ന് പറഞ്ഞേ. ഈ പൊട്ടത്തരെല്ലാം കണ്ട്, ഞാൻ കൊണ്ട് നേരത്തെ പറഞ്ഞ പൊട്ടത്തരെല്ലാം കണ്ടിട്ട് ചിലവരോർക്കും ഇവരല്ല ഇങ്ങനെയാണ്, അല്ലയോ? കർത്താവ് പറയുക, ഒരു സ്തോത്രം ഇടിക്കുന്ന ഒരു ഉളക്കമുണ്ട്. 2 സ്ത്രീകൾ ഇരുന്ന് നെല്ല് കുത്തിക്കൊണ്ടിരിക്കുക. ഒരുത്തിയെ ഞാൻ ഇങ്ങെടുക്കും. അപ്പൊ എങ്ങനെ എടുക്കുന്നത്? ഉളക്ക മാത്രമേ ഇപ്പോണ്ട്, അവളെ കണ്ടില്ല. മറ്റവള് ഇവിടെ നിന്ന് കുത്തിക്കൊണ്ടിരിക്കുകയല്ല, അവളെ കണ്ടു. അതിന്റെ പറഞ്ഞെന്തുവാ? ഈ ദേശത്തൊന്ന് കർത്താവിന്റെ കാവളനാദം ഊതുമ്പോൾ പല ദേശത്തുനിന്ന്, പലയിടത്തുനിന്ന് നമ്മളെ എന്ത് ചെയ്യും? ദൈവജനത്തെ ഇങ്ങനെ ചേർത്തെടുക്കും, ബാക്കിയുള്ളതിനെ അവിടെ ഇട്ടേക്കും. അപ്പൊ എങ്ങനെ? ശരീരത്തോട് എടുക്കും. അതുപോലെ കർത്താവ് പറഞ്ഞു, ഏത് കല്ലറെ കൊണ്ട് നിന്നെ അടക്കം ചെയ്യട്ടെ, നീ മരിച്ച് നിന്നെ എവിടെ കൊണ്ട് അടക്കം ചെയ്യട്ടെ, ഏതെല്ലാം രീതിയിൽ സമ്പ്രദായത്തിൽ നിന്നെ അടക്കം ചെയ്യട്ടെ, കർത്താവ് വരുമ്പോൾ നീ അവിടെ നിന്നല്ല പൊങ്ങി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം സ്തോത്രം ഒരു സ്ഥലത്ത് പോയി ഉരുള് പൊട്ടി മരിച്ചു, എന്റെ ബോഡി പോലും കിട്ടിയില്ല. പക്ഷെ കാവൽനാദം ഊതുമ്പോഴേ കർത്താവ് നീ അവിടെ നീ പോകും. നീ എവിടെ കിടന്നാലും ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരാള് ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്നു. ഞാൻ അതിനകത്ത് ബസ്സിൽ പിടിക്കത്തില്ല, മക്കള് ഒന്നും വന്നില്ല, അവരിപ്പോ പറയുക അവരുടെ അടക്കം ആ രീതിയിൽ അടക്കം. അവര് ദൈവത്തിനുള്ളതാ. നീ ഏതെല്ലാം രീതി സീൽ ചെയ്ത് അടക്കിയാലും ദൈവം വരുമ്പോൾ എന്ത് ചെയ്യും? അവരവിടുന്ന് എടുക്കും. ചില ഭാഷമാര് ചില സഭകളിലെല്ലാം മസിൽ പിടിക്കാറുണ്ട്. ഇവിടെ എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല കേട്ടോ. കാര്യം എന്തുവാ? ഏതെല്ലാം രീതി അടക്കിയാലും അത് ദൈവവേദന. അവൻ എന്ത് ചെയ്യും? കർത്താവ് വരുമ്പോൾ ഈ എടുക്കപ്പെടും. കർത്താവ് ഇങ്ങനെയല്ലേ പറഞ്ഞ? കർത്താവ് പറഞ്ഞു നിന്നെ കുഴിച്ചിട്ട് 3-ാം ദിവസം. ഇതെന്തു കർത്താവിനെ പരീക്ഷിക്കുന്നത്? എന്തുവാന്ന് എനിക്ക് തന്നെ നിർത്തില്ല. ഇതിനകത്ത് എട്ടിക്ക് ഒരു പാസ്റ്റ് ചെയ്തെന്നതാണ്. ഇത് വായിക്കുന്നവരെ എന്തു ചെയ്യും? പാസ്റ്റർമാരെ അറിയാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചിലതെല്ലാം പച്ചയ്ക്ക് പറഞ്ഞു തരും, ചിലതെല്ലാം വെട്ടിത്തോന്നും. അല്ലാതെ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നതൊന്നുമല്ല. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത് ഇങ്ങനല്ല. ഇങ്ങനെ പ്രസംഗിച്ചാൽ പോരാ. പ്രസംഗമല്ല വേണ്ടത്, ജീവിതമാണ് വേണ്ടത്. ജീവിക്കുന്നവനെ ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അത് വ്യക്തമാക്കാനാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ ഇടുന്നത്. അല്ലാതെ ഞാൻ ആരെയും സഭയോ ആരെയും വേദനിപ്പിക്കാനും വന്നതല്ല. എനിക്കത് ഇഷ്ടമല്ല. എന്റെ ഒറ്റ മാർഗം ക്രിസ്തുവിലേക്ക് പോവുക, ഒരു കൂട്ടം ജനത്തെ വാർത്തെടുക്കുക. അതിനാ ദൈവം എന്നെ വിളിച്ചത്. അതാ ഞാൻ ചെയ്യുന്നത്. ഈ വാർത്ത നിങ്ങൾ വായിച്ചില്ലല്ലേ? സ്തോത്രം. ഇത് വായിക്കുന്ന ചിലവരപ്പോൾ ചിന്ത എന്ത് വരുന്നേ? ഇങ്ങനെയാണോ കർത്താവ് നമ്മളെ എടുക്കുമെന്ന് പറഞ്ഞേ? നിന്നെ എവിടെ ആയാലും കർത്താവ് എന്ത് ചെയ്യും? നിന്നെ ചേർത്തുകൊള്ളും. സ്തോത്രം. അടക്കിയാലും ജീവനോടിരുന്നാലും കർത്താവ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? നിന്നെ ചേർത്തു. സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം. അപ്പൊ ചില പ്രതികൂലം നമ്മളെ ജീവിതത്തിനകത്ത് വരുമ്പോൾ, അത് രോഗമാവട്ടെ, സാമ്പത്തിക വിഷയമാവട്ടെ, മാനസിക വിഷയമാവട്ടെ, ഇതെല്ലാം നമ്മളെ ജീവിതത്തിനകത്ത് വരുമ്പോൾ നമ്മളെ ദൈവം കൈവിട്ടെന്നല്ല, ദൈവനാമം മഹത്വം എടുക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ കാണിക്കുവാൻ വേണ്ടിയാ ദൈവം നമ്മളെ ജീവിതത്തിനകത്ത് പ്രതികൂലം കൊണ്ടുവന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തങ്കമനുഷ്യ ചിലതെല്ലാം കാണുന്നത്, ചില ദൈവ പ്രവൃത്തിയെ മനസ്സിലാക്കി കൊടുക്കുക, ദൈവത്തിന്റെ പവറിനെ മനസ്സിലാക്കി കൊടുക്കുക. അതെന്ത് ചെയ്യും? മറ്റുള്ളവരുടെ വേണ്ടി നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റും. മറ്റുള്ളവരുടെ വേണ്ടി ബലഹീനപ്പെട്ട് കിടക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒറ്റ സാക്ഷ്യം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നേടുവാൻ കഴിയും. ഞാൻ പട്ടിണിയായിട്ടിരുന്നപ്പോഴാണ്, ഞാൻ 2 ദിവസം കൊണ്ട് പട്ടിണി, ഒരു നിവൃത്തിയില്ല, എഴുന്നേക്കാൻ പോലും പറ്റാതിരുന്നപ്പോൾ ഒരാൾ എന്നെ തേടി ആഹാരമായിട്ട് വരും. ഞാൻ ആരെയും വിളിച്ചില്ല, ആരോടും പറഞ്ഞില്ല. അപ്പൊ എന്നെ ആരറിഞ്ഞു? എന്റെ ദൈവം എന്നെ അറിഞ്ഞ് ദൈവം ഒരാളെ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ സാക്ഷ്യം പറയത്തില്ല. അല്ലാതെ ഞാൻ ഇത് അനുഭവിക്കാതെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുക ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തെ രുചിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ പ്രതികൂലം വരുന്നത് ആരെ രുചിച്ചറിയാനാണ്? ദൈവത്തെ രുചിച്ചറിയാൻ.
അല്ല ദൈവം നമ്മളെ കൈവിട്ടത് കൊണ്ടല്ല. ചിലർ പറയും ഇതൊന്നും എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എടാ എപ്പോഴും വരുന്നത് വലിയ ചില നന്മ തരാൻ വേണ്ടിയാണ്, വലിയ ചില വിടുതൽ തരാൻ വേണ്ടിയാണ്. കാര്യം എന്തുവാ? നിന്റെ സാക്ഷ്യം കൊണ്ട് അനേരെ നേടുവാനുണ്ട് എനിക്ക്. നിനക്ക് ചിലത് തന്നാലേ നിനക്ക് ചിലത് പ്രതികൂലം തന്നാലേ നിനക്ക് പ്രാർത്ഥിച്ചതിനകത്ത് ജയിക്കുമ്പോഴാണ് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കർത്താവിനെ കൂടുതലായിട്ട് രുചിച്ചറിയാൻ പറ്റുന്നത്. ആ രുചിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നിനക്ക് ആർക്ക് സാക്ഷിയാവാൻ പറ്റത്തുള്ളൂ? കർത്താവിന്റെ സന്നിധി സാക്ഷിയാവാൻ പറ്റും. കർത്താവിന്റെ സന്നിധി നീ സാക്ഷ്യം പറയുമ്പോൾ അത് കേട്ട് അനേരം എന്ത് ചെയ്യും? ദൈവസന്നിധി ഞാൻ പാപം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പാപത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുത്തുകൊള്ളും. പിന്നെ ഞാൻ പാപത്തിലേക്ക് പോന്നെങ്കിൽ ഞാൻ ഇതിനെ എതിർക്കാൻ തുടങ്ങും. അതല്ല, ഞാൻ പാപം ചെയ്യുന്ന വ്യക്തിയാണ്, എനിക്ക് കുത്തുകൊണ്ട് എനിക്ക് രൂപാന്തരപ്പെടാൻ ആ കുത്ത് തന്നത്. ആ രൂപാന്തരപ്പെടുന്നുവെങ്കിൽ ഞാൻ ആരോടൊപ്പം പോകും? ദൈവത്തോടൊപ്പം നിൽക്കും. ഞാൻ പിന്നെ പാപത്തെ എന്ത് ചെയ്യും? പാപത്തെ എതിരായിരിക്കും. പാപത്തോട് ഒരിക്കലും എന്ത് ചെയ്യാൻ ചേരാൻ പറ്റത്തില്ല. ഇന്ന് പലരും പാപത്തിൽ പോയി കുത്തുകൊണ്ടാലും ചിലവർ എന്ത് ചെയ്യത്തില്ല? രൂപാന്തരപ്പെടാൻ താല്പര്യമില്ല. കാര്യം എന്തുവാ? ഈ പാപത്തോട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. പാപത്തോട് ചേർന്ന് പോകാൻ നിനക്ക് പാപത്തേക്ക് ചേർന്ന് പോകുമ്പോൾ നിനക്ക് അനേകം പേര് നിന്നെ കൈ നീട്ടി സ്വീകരിക്കും. നിന്നെ ഒരു വിശാല സ്ഥലത്തേക്കായിരിക്കും വിളിക്കുന്നത്. പക്ഷെ പാപത്തിൽ നിന്ന് കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇടുക്കും വാതിലായിരിക്കും. പക്ഷെ അകത്തെന്തുണ്ട്? വലിയൊരു വിശാലതയുണ്ട്, വലിയൊരു സേഫ്റ്റി ഉണ്ട്, വലിയൊരു കരുതലുണ്ട്. പലപ്പോഴും എന്തുവാ? നീ വിശാലമായ സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ അതിന്റെ അകത്ത് മൊത്തം എന്തുവാ? സേഫ്റ്റി അല്ല, പ്രതികൂലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ പല്ലുകടിയും കരച്ചിലും ഉണ്ടാവും, ഇരുളും ഉണ്ടാവും. പക്ഷെ സ്വന്തം നീ ദിവസത്തിലേക്ക് വരുമ്പോൾ ഇച്ചിരി ഇരുട്ടും സ്വന്തം ഇച്ചിരി ഇടുക്കവും പ്രതികൂലം കാണും. പക്ഷെ അതിനകത്തെന്തില്ല? ഇരുട്ടില്ല, അവിടെ വെളിച്ചം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇതാണ് പലരും എന്ത് ചെയ്യത്തില് മനസ്സിലാക്കാൻ പാടും. ഇത് ഞാൻ പറയാം, നമ്മളെ കുറവിനനുസരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്, അല്ലേ? സ്തോത്രം. ഇന്ന് കൊലപാതകം ചെയ്താൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. കൊലപാതകം ചെയ്താൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ജനമാണുള്ളത്. സ്ത്രീധനത്തെ കുറിച്ച് ഭയങ്കര വിഷയമുണ്ട്. പക്ഷെ സ്ത്രീധനം മേടിക്കാതെ ഇപ്പോഴും കല്യാണം നടക്കുന്നുണ്ടോ? ഈ പറയുന്നുണ്ടല്ലോ, ഫ്രണ്ട് ചെയ്യുന്നുണ്ട്, സ്ത്രീധനം മേടിക്കരുത്, അത് കുറ്റമാണെന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മോന്റെ കല്യാണം വരുമ്പോൾ മേടിക്കും. അത് സ്ത്രീധനമല്ല, ഗിഫ്റ്റ് ആണെന്ന് പറയുന്നത്. ഗിഫ്റ്റ് അടിച്ചു തല്ലിക്കൊല്ലുമ്പോൾ സ്ത്രീധനം ആവുന്നു. അതുവരെ അത് ഗിഫ്റ്റ് ആയിരുന്നു. തല്ലിക്കൊന്നു കഴിഞ്ഞപ്പോഴത് സ്ത്രീധനമായി. ചിലതിന് ആർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൾക്കാർക്ക് മാറാൻ പറ്റുന്നില്ല. ചില വിഷയത്തിനകത്തൊന്നും ഇതുവരെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മാറാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥമായി ദൈവത്തെ ജീവിക്കുന്ന ഒരാൾക്ക് വിവാഹം കഴിക്കുമ്പോൾ എപ്പോഴും അവൻ ആഗ്രഹിക്കുന്ന എന്തുവാ? ഒരു പാർട്ട്ണറിനെ വേണം, ദൈവത്തോടൊപ്പം നിൽക്കാൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ആത്മീയനെ നമ്മളെ കൂടെ കിട്ടിയാൽ, ഒരു ആത്മീയ ഉള്ള ഒരു സഹോദരിയെ കിട്ടിയാൽ, അല്ലെങ്കിൽ ആത്മീയത ഉള്ള ഒരു സഹോദരനെ കിട്ടിയാൽ, അതാണ് ഏറ്റവും വലുത്. സഭയ്ക്കകത്തും അതാ വലുത്. ഇതിനകത്തൊരു 250 പേരിരിക്കുന്നതും ഒരു 10 ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരിയ്ക്കുന്നതായിട്ട് വ്യത്യാസമുണ്ട്. 10 പേരാ വേണ്ടത്. അല്ലാതെ 250 ആളിനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ ആളൊന്നും കൊണ്ടൊന്നും നടക്കത്തില്ല. നടക്കൂ? പഴയ ആൾക്കാർ പറയുന്നത് പോലെ ആള് കൂടിയ പാമ്പ് ചാവത്തില്ല. ആള് ഒറ്റ ഒരുത്തം മതി, അടിക്കേണ്ട രീതി അടിക്കാൻ ചാവും. അതിന് ആളൊന്നും വേണ്ട, ചങ്കൂറ്റുള്ള ഒരുത്തം മതി, ഇല്ലേ? അപ്പൊ നമുക്ക് ആളൊന്നും അല്ല വേണ്ട, പെരുപ്പമൊന്നും വേണ്ട. ഇപ്പൊ പെരുപ്പമുള്ളതല്ല, എന്ത് ചെയ്യും? ഒന്ന് കൂടാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം, ഇല്ലയോ? കുറഞ്ഞതായാലും ഒറ്റ മനസ്സോട് നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. അമ്മയപ്പന്മാർ ചെയ്താൽ ശിക്ഷയുണ്ട്. സ്തോത്രം. ചില മാതാപിതാക്കള് ദൈവസേന വന്നിട്ട് മാറുമ്പോൾ മക്കളെ പിടിക്കും. കാര്യം എന്തുവാ? അവരുടെ റൂട്ട് മാറി. മക്കള് തെറ്റിയതല്ല മക്കളെ പിടിക്കുന്നത്. കാര്യം എന്തുവാ? മക്കള് വരണം. മക്കളെ കണ്ട് ഏറ്റവും കൂടുതൽ ആരെയാ സ്നേഹിക്കുന്നത്? അവരെപ്പോഴും ആരെയാ സ്നേഹിക്കുന്നത്? ഞാൻ ഇപ്പൊ ഒരാളോട് ചോദിക്കുക, സ്തോത്രം, നിങ്ങളെ മക്കളെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്, കർത്താവിനെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? അവരെന്തോ പറയും? ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. അകത്ത് മൊത്തം മക്കളെ സ്നേഹിക്കും. ആ പറയുമ്പോൾ വേണമെങ്കിൽ മക്കളെ 2 വട്ടം വേണം പോകും, ഇല്ലേ? കാര്യം എന്തുവാ?
അവർ ദൈവത്തെ അല്ല സ്നേഹിക്കുന്നത്, മക്കളെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ നല്ല ഭർത്താവിനെ കിട്ടുള്ളൂ, നല്ല ഭാര്യയെ കിട്ടുള്ളൂ, മക്കളെ കിട്ടുള്ളൂ. അത് മനസ്സിലാക്കിയവരുടെ കുടുംബത്തിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാവും. അത് മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ദൈവം അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ്. നമ്മൾ മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും. മക്കളെ എന്ന് പറഞ്ഞ് കരുതി കഴിഞ്ഞാൽ മക്കൾക്ക് ഓരോ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം ആര് തരണം ചെയ്യണം? നമ്മൾ തരണം ചെയ്യേണ്ടി വരും. അവർ മാത്രമല്ല, നമ്മളും തരണം ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റവും കൂടുതൽ ആരെ സ്നേഹിക്കാവും? ദൈവത്തെ സ്നേഹിക്കാവും. ദൈവം ഉണ്ടെങ്കിലേ നല്ല അപ്പനെ കിട്ടത്തുള്ളൂ, ദൈവം ഉണ്ടെങ്കിലേ നല്ല അമ്മയെ കിട്ടത്തുള്ളൂ, ദൈവം ഉണ്ടെങ്കിലേ നല്ല മക്കളെ കിട്ടത്തുള്ളൂ, ദൈവം ഉണ്ടെങ്കിലേ നല്ല ഭാര്യയെ കിട്ടത്തുള്ളൂ, ദൈവം ഉണ്ടെങ്കിലേ നല്ല ഭർത്താവിനെ കിട്ടത്തുള്ളൂ. അപ്പൊ മുഖ്യ സ്ഥാനം ആർക്കാണ് കൊടുക്കുന്നത്? ദൈവത്തിന്. നമുക്ക് ഞാനൊരു കാര്യം ഉണ്ടായി, ഐസിയുയിൽ പോയി കിടക്കുക ഭർത്താവിന് എന്താ ഭാര്യയുണ്ട്. ഐസിയുയിൽ ചെന്ന് കിടക്കുമ്പോഴറിയാം ഭാര്യയൊന്നും ഇല്ല, എനിക്ക് ആരേ ഉള്ളൂ? ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം എന്തെങ്കിലും ചെയ്താലേ എനിക്ക് പുറത്തു വരാൻ പറ്റും. എനിക്ക് ഭാര്യയെ കണ്ടുകൊണ്ടിരിക്കണം ഡോക്ടറെ, എപ്പോഴും എന്റെ ഭാര്യയെ കണ്ടുകൊണ്ടിരിക്കണം. ഭാര്യയെ ഐസിയുലോട്ട് കയറ്റി വിടും എപ്പോഴും കാണാൻ. ഭാര്യ വന്നിരിക്കൂ. ഭാര്യ പറയാം ഐസിയുലെല്ലാം കയറിയിരിക്കുന്നത് എന്തിനാണ്? സ്തോത്രം, ഞാൻ പുറത്തിരുന്നോളാം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അവിടെ ആര് വേണം? വേണം. അപ്പോൾ ചില പ്രതിസന്ധികൾ വരുമ്പോഴാണ് ചിലവർക്ക് ദൈവത്തെ രുചിച്ചറിയുന്നത്, ദൈവം മാത്രം എന്നറിയുന്നു. അത് തരുന്നതിന് വേണ്ടിയാ ദൈവത്തെ മാത്രം സ്നേഹിപ്പാൻ. നമുക്ക് തരുന്നവ ശക്തിയുള്ളവനെയാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്, അല്ലയോ? അത് സ്ഥിരമായി തരുന്നവനെയാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്. സ്ഥിരമായി നമുക്ക് എന്ത് വേണം അതെല്ലാം തരുവാൻ കഴിവുള്ളത് ഒറ്റ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ആർക്കാ? കർത്താവ് യേശു മാത്രമേ ഉള്ളൂ. അപ്പൊ യേശുവിനെ സ്നേഹിക്കുന്നവന് ദൈവത്തിന്റെ നന്മ അനുഗ്രഹവും ആര് കൊടുക്കും? ദൈവം കൊടുക്കും. അടുത്ത വാക്യം ഒന്ന് പെട്ടെന്ന് വായിക്കും. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്ന ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറവന്റെ കണ്ണിന്മേൽ പൂശി നീ ചെന്ന് ശിലോഹാം കുളത്തിൽ കഴിയുക എന്ന് അവനോട് പറഞ്ഞു. ശിലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരും അവനെ മുമ്പേ. ഒരു മിനിറ്റ്. ഒരു അന്ധനായ മനുഷ്യനെ കർത്താവ് നിലത്ത് തുപ്പി ചെളി ഉണ്ടാക്കി അവന്റെ കണ്ണുമേൽ പൂശിയിട്ട് പറയുക ശിലോഹ കുളത്തിൽ പോയി കഴുകി. കർത്താവ് പറഞ്ഞില്ല കഴിയുമ്പോൾ സൗഖ്യം കിട്ടും. പറഞ്ഞു അവന്റെ കണ്ണിൽ ഒരു തണുപ്പ് അനുഭവം. ഇത് തുപ്പലാണോ ചെളിയാണോ എന്നൊന്നും അവൻ അറിയത്തില്ല. ശിലോഹ കുളം എന്ന് പറയുന്നത് യേശുക്രിസ്തു അവനെ കണ്ട് അവനോട് പറയുന്നിടത്തുനിന്ന് 7 കിലോമീറ്റർ ദൂരമാണ് ഈ കുളത്തിന്റെ സ്ഥലം, കുളം നിൽക്കുന്നത്. അത് മാത്രമല്ല, ആ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം ചുറ്റും കെട്ടുള്ള കുളമാണ്. എന്തുണ്ട്? പാറ കൊണ്ട് സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിൽ ഇറങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വെള്ളത്തിൽ തൊടാൻ പറ്റത്തുള്ളൂ. അന്നത്തെ കുളം അങ്ങനത്തെ ഉള്ളത്, അന്നത്തെ കിണറല്ല അങ്ങനത്തെ ഉള്ളത്. സ്തോത്രം. 20 സ്റ്റെപ്പ് ഉണ്ട് പാറ പെട്ടിയെ. ആ 20 സ്റ്റെപ്പ് എന്ത് ചെയ്യണം? താഴെ ഇറങ്ങണം. അടുത്ത വചനങ്ങൾ വായിച്ചു വരും പറയുന്നു, അന്ന് ശബത്താണ്, ആരും പുറത്തില്ല, എല്ലാവരും ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ദിവസം. യഹൂദന്മാർ ഏറ്റവും കൂടുതൽ ശബത്തിനെ ആചരിക്കുമായിരുന്നു. ദൈവത്തെ അല്ല ആചരിക്കുന്നത്, അവരുടെ പോക്കും വരവിനെ അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ല ദൈവത്തെ പൂർണ്ണമായി ജീവിച്ച് ദൈവത്തിലേക്ക് മാറുകയല്ല ചെയ്യുന്നത്, ഏറ്റവും ഈ പോക്കിനും വരവിനും പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. ആ സമയത്താണ് കർത്താവായ യേശു പറയുക, ഇവന്റെ അടുത്ത് പറയുക, അവിടെ പോയി നീ കഴിയുക. ഇവന്റെ അവസ്ഥ എന്തുവാ? അന്ധനാണ്. നമ്മൾ അതെങ്കിൽ പറയത്തില്ല, എന്തിനാ കഴിവാൻ പോകുന്നത്? ചോദിക്കത്തില്ലേ? സ്തോത്രം. ദൈവസന്നിധി നമ്മൾ കടന്നു വന്നു, പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അല്ല അത്രയെല്ലാം വേണോ നമ്മൾ ചോദിക്കാറില്ലേ? ഇപ്പം 7 ദിവസം ഉപവാസം ഇരിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, 7 ദിവസം ഇരിക്കാൻ പറ്റുമോ? അത് 3 ആക്കി കൂടെ? അല്ലെ ഉപവാസം ഇല്ലാതെ കൂടെ? പല എക്സ്ക്യൂസാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ജോലിയുണ്ട്, തിരക്കുണ്ട്, ഇങ്ങനെ പല എക്സ്ക്യൂസാണ് ദൈവത്തിന്റെ ദൂത് പറയുമ്പോഴെല്ലാം നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ ഈ അന്ധനായ മനുഷ്യൻ, അവൻ അറിയത്തില്ല സൗഖ്യം ലഭിക്കും. അവന്റെ കണ്ണി പുരട്ടിയതെന്ന് അവൻ അറിയത്തില്ല. ഈ പുരട്ടിയ ആളാരാന്ന് അറിയത്തില്ല. ഇവരെന്തിനാ ഇങ്ങനെല്ലാം പറയുന്നതെന്ന് അറിയത്തില്ല. അവനെന്ത് ചെയ്തു? പൊട്ടനെ പോലെ. സ്തോത്രം. ഇന്ന് പലരും നമ്മൾ കണ്ടിട്ടും കാണാത്തതെ പോലെ ജീവിക്കും. ആ ജീവിതമാണ് കർത്താവിന് വേണ്ടത്.
നമ്മൾ പലതും ദൈവത്തിന്റെ വിടുതലും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടും പല കാര്യങ്ങൾ മാനുഷികമായ ചില കാര്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം മറന്നിട്ട് നമ്മൾ കാണാത്തവനെ പോലെ ജീവിക്കുക. ഇതാണോ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ആണോ? സ്തോത്രം. ആ മനുഷ്യൻ അന്ധന, പക്ഷെ അവനോട് പറഞ്ഞ കാര്യം അവൻ ആരാന്ന് പോലും ചോദിച്ചില്ല. അവൻ എന്ത് ചെയ്തു? അത് അതേപടി എന്ത് ചെയ്തു? അനുസരിച്ചു. അവൻ പോയി, കിലോമീറ്റർ നോക്കിയില്ല, ദൂരം നോക്കിയില്ല, കണ്ണി പൂശി എന്തെന്നവൻ നോക്കിയില്ല, ആരെന്നവൻ തിരക്കിയില്ല. അവനോട് പറഞ്ഞ കാര്യം എന്ത് ചെയ്തു? അവൻ അനുസരിച്ചു, ഒരു പൊട്ടനെ പോലെ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകല് പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതത, ദൈവം നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ അതിനകത്ത് മറുപടി ഉണ്ടോ മറുപടി ഇല്ലയോ എന്നല്ല നോക്കേണ്ടത്. നമ്മളിന്ന് പാടിയപ്പോൾ ഒരു പാട്ടിനകത്ത് ഒരു വരി പാടി, എന്തുവാ? കഷ്ടമായാലും നഷ്ടമായാലും ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ ഞാൻ ഓർക്കുമ്പോൾ എനിക്കത് കഷ്ടമോ നഷ്ടമോ വലുതല്ല. കാര്യം അതിലും വലുതാണ് ആര് എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്? കർത്താവായി യേശു ചെയ്തിരിക്കുന്നത്. ആ ഒറ്റ വരിക്കാതുണ്ട് വിടുതൽ ദൈവമക്കൾ. കഷ്ടമായാലും നഷ്ടമായാലും ഞാൻ ഭാരപ്പെടത്തില്ല. കാര്യം എന്തുവാ? ഞാൻ ക്രൂശിൽ എൻ്റെ യേശു എനിക്ക് വേണ്ടി ചെയ്തത് ഓർക്കുമ്പോൾ ഇതെനിക്ക് നഷ്ടമോ കഷ്ടമോ അല്ല. സ്തോത്രം. ഈ മനുഷ്യൻ യേശു പറഞ്ഞതുപോലെ പോയി കുളത്തിനകത്തിറങ്ങി. അവൻ കണ്ണിൽ വെള്ളം തൊട്ടപ്പോൾ തന്നെ അവന്റെ കണ്ണിന് കാഴ്ച വന്നു. ഇതിനകത്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. ജന്മനാൽ കുരുടനായ മനുഷ്യൻ, ജന്മനാൽ കുരുടനായ മനുഷ്യനെ ദൈവത്തിന് കണ്ണു തുറപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ഈ ചില കാലങ്ങൾ കൊണ്ട് എന്നെയോ എന്റെ കുടുംബത്തെയോ പിടിച്ചിരിക്കുന്ന ചില വ്യാധികള്, അല്ലെങ്കിൽ സ്തോത്രം ചില രോഗങ്ങള്, അല്ലെങ്കിൽ ചില കടഭാരങ്ങള്, ചില കഷ്ടങ്ങളെ, പ്രതികൂലങ്ങളെ മാറ്റുവാൻ നസറേയനായ യേശുവിന്റെ നാമത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവജനത്തിന്, വിശ്വസിക്കുന്ന ദൈവമക്കളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഇന്ന് പകല് ആ കുരുടന് കാഴ്ച കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് ചില നാളുകൊണ്ട് എന്റെ കുടുംബത്തെ പിടിച്ചിരിക്കുന്ന ചില വിഷയങ്ങളെ മാറ്റുവാൻ നസറേയനായ യേശുവിനെ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുക. കർത്താവ് ആ വിഷയത്തിന് നിങ്ങൾക്ക് മറുപടി തരും. അതെ, കർത്താവ് യേശു നിശ്ചയമായി മറുപടി വരിക. ശബകമന അധികന അധികമന രുദമന രിദന അസ്തവ രഗമന ജഗമന രഗമന രുദമന രിദന. ചില കാലങ്ങൾ പഴക്കമുള്ള, ചില കാലങ്ങൾ പഴക്കമുള്ള, ചില വർഷങ്ങൾ പഴക്കമുള്ള, ചില മാസങ്ങൾ പഴക്കമുള്ള, ചില ആഴ്ചകൾ പഴക്കമുള്ള, ചില ദിവസങ്ങൾ പഴക്കമുള്ള, ചില മണിക്കൂർ പഴക്കമുള്ള ചില ബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിലായി വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ദൂതവിടെ വെളിപ്പെടട്ടെ. ഇന്ന് ചില കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. അത്ഭുതത്തോട് പുറത്തു വരട്ടെ. ദൈവത്തിന്റെ ദൂതത്തോട് പുറത്തു വരട്ടെ. ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കാനും പുറത്തു വരട്ടെ. ചിലതൊന്ന് പൊട്ടട്ട് കർത്താവ്, ചിലതൊന്ന് പൊട്ടട്ട് കർത്താവ്, പൊട്ടത്തിൽ നിന്ന് വാദിക്കുന്ന ചിലതൊന്ന് പൊട്ടി മാറട്ട് കർത്താവ്, ശത്രുവിന്റെ ചില നുടങ്ങളൊന്ന് ഉടഞ്ഞു മാറട്ട് കർത്താവ്. ദൈവാത്മാവിന്റെ കരമതിനകത്ത് തൊടട്ടെ. ശബകമന അധികന അധികമന രുദമന രിദന അസ്തവ രഗമന ജഗമന രഗമന രുദമന. ഇന്ന് പകലൊരു തീരോട് പുറത്തു വരട്ടെ. യാതൊരു പുറത്തു വരട്ടെ. ചില വാക്തത്വങ്ങളോട് പുറത്തു വരട്ടെ. ഇന്ന് ഈ ദൂതനെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ജന്മനാൽ അപ്പ കുരുടനായ വ്യക്തിക്ക് കാഴ്ച കൊടുക്കുവാൻ കഴിയുമെങ്കിൽ എന്റെ പ്രശ്നങ്ങൾക്ക് മറുപടി തരുമോ? എന്റെ യേശുവിനെ കഴിയും, എന്റെ യേശുവിനെ കഴിയും. ഇന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ ദൂത് നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഇന്ന് പകൽ പൂർണ്ണമായിട്ട് എന്റെ കുടുംബത്തിലേക്ക് അത് വെളിപ്പെടാൻ പോവാം. എന്റെ കുടുംബത്തിലേക്ക് ചിലതെല്ലാം അഴിക്കാൻ പോവാം. എന്റെ കുടുംബത്തിനകത്ത് ചില അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടാൻ പോവാം. ഇന്ന് യേശുവിന്റെ നാമത്തിലേക്ക് എടുത്തു. ആ ദൂത് വരട്ടെ. ആ ദൈവത്തിന്റെ ആലോചന കുടുംബത്തിലേക്ക് വരട്ടെ. ആ ദൈവത്തിന്റെ അത്ഭുത കുടുംബത്തിലേക്ക് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മഹത്വത്തോട് പുറത്തു വരട്ടെ. അവിടെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമെങ്കിൽ, അവിടെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമെങ്കിൽ ദൈവകർത്താവ് ഒരു വെറും വെള്ളത്തെ അവൻ ശുദ്ധീകരിക്കുവാൻ കഴിയുമെങ്കിൽ, ആ വെള്ളം മുഖത്ത് വീണപ്പോ സൗഖ്യമാക്കാൻ കഴിയുമെങ്കിൽ, ആ ചെളിമേൽ പുരട്ടിയ ചെളിമേൽ ആ വെള്ളം വന്ന് വീണപ്പോ അവിടെ സൗഖ്യമാക്കാൻ കഴിയുമെങ്കിൽ, ഇന്ന് ചില പ്രതികൂലം എന്റെ കുടുംബത്തിന് മാറാൻ പോവാ. ചില പ്രതിസന്ധികൾ എന്റെ കുടുംബത്തിന് മാറാൻ പോവാ. ഒരിക്കലും കാഴ്ച ലഭിക്കത്തില്ല തീരുമാനിച്ച, ഒരിക്കലും കാഴ്ച കിട്ടത്തില്ലെന്ന് ഓർത്ത വ്യക്തി
അപ്പ ജന്മന കുരുടനായ കാഴ്ച കൊടുക്കാൻ കഴിയുമെങ്കിൽ ഈ യേശുവിന്റെ നാമത്തിൽ എന്റെ കുടുംബത്തിനെതിരെ വാദിക്കുന്ന ശത്രുവിന്റെ ചില ദുഃഖങ്ങൾ ഉടച്ചു മാറ്റി ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ അത്ഭുതകാലം ഇന്ന് പകൽ തൊടാം. ചില ബ്ലസ്സിംഗ് എന്റെ കുടുംബത്തിനകത്ത് പൂർത്തീകരിക്കാൻ പോവാ, ചില ദൂതന്റെ കുടുംബത്തിനകത്ത് പൂർത്തീകരിക്കാൻ പോവാ, ചില അത്ഭുതം എന്റെ കുടുംബത്തിനകത്ത് പൂർത്തീകരിക്കാൻ പോവാ. ഇത് ഞാൻ ഭവനത്തിലേക്ക് കയറുമ്പോൾ ചില അത്ഭുതങ്ങൾ കാണാൻ പോവാ, ചില രോഗ സൗഖ്യങ്ങൾ കാണാൻ പോവാ, ചില വിടുതലുകൾ കാണാൻ പോവാ, ചില ഉയർച്ചകൾ കാണാൻ പോവാ. എനിക്ക് വേണ്ടി ചില അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കാൻ പോവാ, എനിക്ക് വേണ്ടി ചുതിയ ചില വഴികൾ തുറക്കാൻ പോവാ, അസാധ്യങ്ങളെ സാധ്യമാക്കി തരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ആ ദൈവത്തിന്റെ ദൂരം കൊണ്ട് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. കുരുടനായ മനുഷ്യൻ വെറും ചെളി കൊണ്ട്, അല്ലെങ്കിൽ വെറും തുപ്പൽ കൊണ്ട്, അല്ലെങ്കിൽ വെറും വെള്ളം കൊണ്ട് കർത്താവിനെ സൗഖ്യമാക്കുവാൻ കഴിയുമെങ്കിൽ എൻ്റെ യേശുവിനെ എന്നെ വിടുവിക്കുവാൻ കഴിയും. അല്പകാലം കൊണ്ട്, അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കൊണ്ട്, ചില മണിക്കൂറുകൾ കൊണ്ട്, അല്ലെങ്കിൽ ചില വർഷങ്ങൾ കൊണ്ട്, ചില മാസങ്ങൾ കൊണ്ട്, ചില ആഴ്ച കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന വേദനയെ ദൈവത്തിന് പൂർണ്ണമായി എടുത്തു മാറ്റാൻ പറ്റും. ഈ കേട്ട ദൂത്, ഈ കേട്ട വ്യക്തിയെ റിലീസ് ചെയ്ത് അവിടെ അന്ന് ദൈവം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് ഇപ്പോ എന്റെ കുടുംബത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ പോവുക. അപ്രകാരം വിശ്വസിക്കുന്നുവെങ്കിൽ, അപ്രകാരം ഏറ്റെടുക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ച് പറയാം, നിശ്ചയമായി അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവത്തിന്റെ കരം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം. ദൈവം ഇത്രയല്ല ആയു, എങ്ങനെ തുറക്കും? തുറന്നു തരുവാൻ ദൈവത്തിന് കഴിയും, അപ്പോയിന്റ്മെന്റ് ഓർഡർ തരുവാൻ ദൈവത്തിന് കഴിയും, ജോലി തരുവാൻ ദൈവത്തിന് കഴിയും. അവിടെ പ്രായം കുറവോ അല്ല വിഷയം, അതുപോലെ സ്വന്തം ആരോഗ്യമില്ലായ്മയല്ല വിഷയം. ഇതെല്ലാം തരുവാൻ കഴിയുന്ന ദൈവത്തിനാ, ഇതെല്ലാം തരുവാൻ കഴിയുന്ന ദൈവത്തിനാ. അവിടെ രോഗമല്ല വിഷയം, അവിടെ മാനസിക ക്ലേശമല്ല വിഷയം, കുടുംബത്തിനകത്തുള്ള പ്രതികൂലമല്ല വിഷയം, ദേശത്തിനകത്തുള്ള പ്രതികൂലമല്ല വിഷയം. അപ്പ ഇതെല്ലാം മാറ്റുവാൻ ദൈവത്തിന് കഴിയും, ഇതെല്ലാം മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സാധ്യമായ ഒന്നുമില്ല, എല്ലാം ദൈവത്തിന് സാധ്യമാണ്. എന്റെ പ്രിയ ദൈവത്തെ വിശ്വസിക്കുന്ന രീതിയിൽ ഏറ്റെടുത്ത് വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൂതന്റെ കുടുംബത്തിനകത്ത് പൂർത്തീകരിക്കാൻ പോവാം. ദൈവത്തിന്റെ വാക്തത്വം വെളിപ്പെടുന്നതാണ്, അക്രമം വെളിപ്പെടുന്നതാണ്, ആത്മസാന്നിധ്യം വെളിപ്പെടുന്നതാണ്, അത്ഭുതം വെളിപ്പെടുന്നതാണ്, അത്ഭുതം വെളിപ്പെടുന്നതാണ്. അങ്ങയോട് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ്, സ്തുതിക്കുന്ന കർത്താവ്, അതൂത് നിവൃത്തിയാവട്ടെ. സ്തോത്രം. എല്ലാ ദൈവമക്കൾക്ക് എഴുന്നേക്കാം, കർത്താവിന്റെ സന്നിധി എഴുന്നേക്കാം, ദൈവസ്ഥലേക്ക് ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽ ഈ ദൂതിനെ ഞാൻ ഏറ്റെടുക്കുന്നു കർത്താവ്. ഈ വചനം തന്നത് എനിക്ക് വേണ്ടിയാണ് കർത്താവ്, എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് കർത്താവ്. എന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് കർത്താവ്. ഇന്ന് പകൽ എന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ദൂത് വെളിപ്പെടുക, എന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ആലോചന വെളിപ്പെടുക. എനിക്കെതിരെ വാദിക്കുന്ന ദുഷ്ടന്റെ സകല തന്ത്രങ്ങളും ഇന്ന് യേശുവിന്റെ നാമത്തിൽ അഴിയുക, ഇന്ന് യേശുവിന്റെ നാമത്തിൽ അഴിയുക. എന്റെ യേശുവിനെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്നെ അനുഗ്രഹിക്കാനാ, എന്റെ തലമുറയെ അനുഗ്രഹിക്കാനാ. എന്റെ കുടുംബത്തിന് മേൽ പിടിച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളും കെട്ടുകളും ഇന്ന് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുക. അങ്ങനെ മകളമണിയാണ്ടിക്കാൻ പ്രാർത്ഥിക്കുക. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവകർത്താവിനെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി ചെല്ലുമ്പോൾ ദൈവം ഒരു വിടുതലിന്റെ